Let's start with the opening prayer. Namo Vishnu Padaya Krishna Prasthaya Bhutale Srimate Bhakti Vedanta Swami Iti Namane Namaste Saraswati Deve Gauravani Pracharini निर्विशेष शून्यवादी पश्चादिशतारिणि श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्तवृंद Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Rama Rama, Hare Hare, Hare Krishna, Krishna Krishna, Hare Hare. Hare Rama, Rama Rama, Hare Hare, Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Rama Rama, Hare Hare. Jaya Prabhupada, Jaya Prabhupada, Prabhupada, Jaya Prabhupada. Nitai Gaura Hari Bol, Hari Bol, Hari Bol, Nitai Gaura Hari Bol. Okay, so let's start with today's session, and for now we are going to humbly invite Nalini Rukmini Devidasi to share with us the glories of the Gita Mahatmya. Hare Krishna. Thank you, Shashwati. Hare Krishna all. അപ്പോൾ നമുക്ക് വീണ്ടും ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം. ഗീതാ മഹാത്മ്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യാം. ആദ്യം നമുക്ക് ഭഗവാനോട് പ്രാർത്ഥിക്കാം, ഗുരുവിനോട് പ്രാർത്ഥിക്കാം. നമോ വിഷ്ണുദായ കൃഷ്ണവിഷ്ടായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമി നമസ്തേ സരസ്വതി ദേവ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ഹരേ കൃഷ്ണ. അപ്പോ ഗീതാ മഹാത്മ്യത്തെ കുറിച്ച് ആദ്യത്തെയും രണ്ടാമത്തെയും ശ്ലോകം നമ്മൾ ചർച്ച ചെയ്തിരുന്നു. ഇനി 3ഉം 4ഉം. മലിനേ മോചനം പുംസാം ജലസ്നാനം ദിനേ ദിനേ സകൃത് ഗീതാമൃത സ്നാനം സംസാരമലനാശനം. മലിനേ മോചനം പുംസാം ജലസ്നാനം ദിനേ ദിനേ സകൃത് ഗീതാമൃത സ്നാനം സംസാരമലനാശനം. എന്താ പറയണേ? നിത്യവും ജലത്തിൽ സ്നാനം ചെയ്ത് ദേഹശുദ്ധി വരുത്താം, അല്ലെ? എന്നാൽ ഭഗവത്ഗീതയാകുന്ന ഗംഗാജലത്തിൽ ഒരിക്കലെങ്കിലും സ്നാനം ചെയ്യുന്നവന്റെ ഭൗതിക ജീവിതത്തിലെ എല്ലാ മാലിന്യങ്ങളും നശിച്ചു പോകുന്നു, അല്ലെ? എത്ര നല്ല അർത്ഥത്തിലുള്ള വരികളാണ്. നിത്യവും നമ്മൾ കുളിക്കുന്നുണ്ട്. അത് നമ്മുടെ ഭൗതികമായ ഈ ശരീരത്തിന്റെ പുറത്തുള്ള എന്താ ചെളിയോ അല്ലെങ്കിൽ വേർപ്പോ അല്ലെങ്കിൽ നാറ്റമോ എന്താന്ന് വെച്ചാൽ അത് കളയാനായിട്ട് നമ്മൾ വെള്ളവും സോപ്പും ഒക്കെ തേച്ച് കുളിക്കുക, നല്ല വെടുപ്പായിട്ട് കുളിക്കുക, അല്ലെ? പക്ഷെ നമ്മുടെ ഉള്ളിലുള്ള ഒരു എന്താ പറയാ, എത്രയോ കാലങ്ങളായി, എത്രയോ കോടി ജന്മങ്ങളായി അടിഞ്ഞു കൂടിയ എന്താ ചെളിയോ അല്ലെങ്കിൽ അതില് എന്താ പൊടിയോ പൊടിപടലം പോലെ എല്ലാം നമ്മുടെ ഹൃദയത്തിലും മനസ്സിലും ഒക്കെ
പറ്റി കിടക്കുന്ന എത്രയോ നാളായ, എത്രയോ വർഷങ്ങളായി, അല്ലെങ്കിൽ എത്രയോ ജന്മങ്ങളായി അടിഞ്ഞുകൂടിയ ചെളിയെ നമ്മള് കഴുകിക്കളയുന്നത് എങ്ങനെയാ? ഭഗവത്ഗീത. അത് വായിക്കും തോറും നമ്മള് ഗംഗാജലത്തിൽ ഒരിക്കൽ എങ്കിലും സ്നാനം ചെയ്യുന്നവന്റെ ഭൗതിക ജീവിതത്തിലെ എല്ലാ മാലിന്യങ്ങളും നശിച്ചു പോകുന്നു. ആ ഗംഗയാകുന്ന അല്ലെങ്കിൽ ഭഗവത്ഗീതയാകുന്ന ഗംഗാജലത്തിൽ അത്രയും ശുദ്ധമാണ് അല്ലെ. അപ്പോ അങ്ങനെ വായിക്കുമ്പോ നമ്മൾ ഒരു ദിവസം 2 ശ്ലോകങ്ങൾ വീതമെങ്കിലും അത് നമ്മൾ വായിച്ച് മനസ്സിലാക്കുക. ഈ ബുക്ക്, ഭഗവാന്റെ ബുക്ക്, ഇത് യഥാരൂപം ശ്രീല പ്രഭുപാദർ ഇത് തർജിമ ചെയ്ത ശ്രീല പ്രഭുപാദരുടെ യഥാരൂപം ആ ഒരു ഭഗവത്ഗീത നമ്മൾ എപ്പോഴും ഈ ബുക്കാണ് ഇപ്പോൾ വായിക്കുന്നത്. അപ്പൊ അത് നമ്മൾ ഒരിക്കലും 100 കണക്കിന് ഭഗവത്ഗീതകളുണ്ട് മാർക്കറ്റില്. ഒരു ബുക്ക് സ്റ്റാളിൽ പോയാലും നിങ്ങൾക്ക് ഒരു 10-100 വിധത്തിലുള്ള ഭഗവത്ഗീത കാണും. അതില് എല്ലാം ഓരോരോ വിധത്തിലുള്ള ഇന്റർപ്രിട്ടേഷൻ ആയിരിക്കാം. ആ എഴുത്തുകാരന്റെ ഒരു മിടുക്ക് കാരണം അദ്ദേഹത്തിന്റെ മനസ്സിൽ തോന്നിയ കാര്യങ്ങൾ അതിൽ എഴുതി കൂട്ടുന്നത്, അത് പൈസയ്ക്ക് വേണ്ടി മാത്രം. ബട്ട് യഥാരൂപം എന്ന ഈ ഭഗവത്ഗീത, അതിലുള്ള ഓരോ വരിയും നമ്മുടെ ഉപനിഷത്ത് അല്ലെങ്കിൽ ഭാഗവതം, ശ്രീമദ് ഭാഗവതം, എത്രയോ 108 ഉപനിഷത്തുണ്ട്. അതിൽ നിന്നും വ്യാഖ്യാനം എടുത്തതും അത് നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് തർജിമ അത് മനസ്സിലാക്കാൻ പറ്റും. മറ്റുള്ളവരുടെ ഭഗവത്ഗീതയെക്കാളും എത്രയോ ഉത്തമമായിട്ടുള്ള ഒരു ഭഗവത്ഗീതയാണ് യഥാരൂപം എന്ന് പറയുന്നത്. അപ്പൊ നമ്മളതിന്ന് വ്യതിചലിക്കാൻ പാടില്ല. ഈ ഭഗവത്ഗീതയിൽ നിന്ന് ഭഗവാൻ എന്താ പറയുന്നേ അതുപോലെ നമ്മൾ മനസ്സിലാക്കണം. അർജുനൻ എങ്ങനെ മനസ്സിലാക്കുന്നേ അതുപോലെ നമ്മൾ മനസ്സിലാക്കണം. അതിന് ഏറ്റവും പറ്റിയ ഭഗവത്ഗീതയാണ്. ഓക്കെ, ഭഗവത്ഗീത യഥാരൂപം. ഗീതാസു ഗീത കർത്തവ്യ കിമന്യേ ശാസ്ത്രവിസ്തരൈഃ യാ സ്വയം പത്മനാഭസ്യ മുഖപത്മാത് വിനിസൃത. ഗീതാസു ഗീത കർത്തവ്യ കിമന്യേ ശാസ്ത്രവിസ്തരൈഃ യാ സ്വയം പത്മനാഭസ്യ മുഖപത്മാത് വിനിസൃത. ഭഗവത്ഗീത പരമദിവ്യോത്തമ പുരുഷനാൽ ഉപദേശിക്കപ്പെട്ടതാകയാൽ മറ്റൊരു വേദ സാഹിത്യങ്ങളും പഠിക്കേണ്ടതില്ല. അതാണ് എല്ലാത്തിൻ്റെയും വേദാന്ത സൂത്രം, അല്ലെങ്കിൽ അതിൻ്റെ എല്ലാത്തിൻ്റെയും സത്താണ് ഭഗവത്ഗീത. ഭഗവത്ഗീത ശ്രദ്ധയോടും കൃത്യനിഷ്ഠയോടും കൂടി കേൾക്കുകയും വായിക്കുകയും ചെയ്താൽ മതി. ഇന്നത്തെ കാലത്ത് ആളുകൾ ലൗകിക വ്യാപാരത്തിൽ എത്രയധികം മുഴുകിയിരിക്കുന്നത് കൊണ്ട് വേദസാഹിത്യം മുഴുവൻ വായിക്കുക അവർക്ക് അസാധ്യമാണ് അല്ലെ. അത്രമാത്രം ആൾക്കാർ ബിസിയാണ് ഈ ലോകത്ത്. ഇതൊന്നും ഇത്രമാത്രം വേദാന്തവും അല്ലെങ്കിൽ വ്യാകരണവും അല്ലെങ്കിൽ അങ്ങനത്തെ അത്രമാത്രം വായിക്കാനൊന്നും ആൾക്കാർക്ക് സമയമില്ല. ഈ ഒരൊറ്റ ഗ്രന്ഥം ഭഗവത്ഗീത മതി. കാരണം അത് എല്ലാ വേദസാഹിത്യങ്ങളുടെയും സർവസ്വമാണ്. മാത്രവുമല്ല പ്രത്യേകിച്ച് പരമദിവ്യോത്തമ പുരുഷനാൽ ഉപദിഷ്ടവുമാണ്. അതാണ് ഏറ്റവും, ഇത് ഭഗവാന്റെ വായിൽ നിന്നും വന്ന അതാണ് ഭഗവാന്റെ ഗീതയാണ് ഭഗവത്ഗീത. അപ്പൊ നമ്മുടെ അച്ഛൻ അല്ലെങ്കിൽ അമ്മ നമ്മൾ പറയുന്നത് അനുസരിക്കില്ലേ? നിങ്ങളിപ്പോ ഇത്രയും ആൾക്കാരുണ്ട്, നിങ്ങളുടെ അച്ഛനോ അമ്മയോ പറഞ്ഞാൽ അനുസരിക്കുവോ ഇല്ലയോ? അനുസരിക്കുവോ? എല്ലാവരും അനുസരിക്കുമായിരിക്കും അല്ലെ. അതുപോലെയാണ് ഇത്. ഭഗവാൻ തന്നെ പറയുന്നു, പിതാഹമസ്യ ജഗതോ മാതാ ധാതാ പിതാമഹ. ഞാനാണ് അച്ഛൻ, ഞാനാണ് അമ്മ, ഞാനാണ് അപ്പുപ്പൻ, ഞാനാണ് മുത്തശ്ശൻ, എല്ലാത്തിന്റെ ഈ ജഗത്തിന്റെ അച്ഛൻ തന്നെ ഞാനാണ്. അങ്ങനെ ഒരു ഭഗവാൻ എങ്ങനെ പറയുമ്പോ നമ്മൾ അനുസരിക്കേണ്ട കടമ നമുക്ക് ഓരോ വ്യക്തിക്കും ഉണ്ട്. മനസ്സിലായോ? അപ്പൊ ഇത് നമ്മള് ഇപ്പൊ ഇത് ഒരു നല്ല കാര്യത്തിനായിട്ട് നമ്മൾ മുന്നിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പൊ അത് എല്ലാവരും മനസ്സിലാക്കിയിട്ട് ദിവസവും ഈ ഭഗവത്ഗീത ക്ലാസ്സില്
അറ്റൻഡ് ചെയ്തിട്ട് ഇത് മനസ്സിലാക്കിയിട്ട് ഇത് ഫോളോ ചെയ്യണമെന്ന് മാത്രമേ ഇത് നിങ്ങൾക്കുള്ള ഒരു ചുമതല. അതുകൊണ്ട് എല്ലാവരും ഇത് ഫോളോ ചെയ്യുക. നിങ്ങൾ മാത്രമല്ല, നിങ്ങളുടെ ബാക്കി നമ്മുടെ ഗ്രൂപ്പിൽ 95 പേരുണ്ട്. പക്ഷെ നമ്മൾ ഇവിടെ കാണുന്നത് 30-35 ആൾക്കാരെയാണ്. ബാക്കിയുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനെയും റിലേറ്റീവ്സിനെയും ഒക്കെ ഇത് ഇങ്ങനത്തെ ഒരു ചാൻസ് നിങ്ങൾക്ക് വേറെ ഒരിടത്തും കിട്ടില്ല. അതുകൊണ്ട് എല്ലാവരും സഹകരിച്ച് ഇത് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഹരേ കൃഷ്ണ. ഓവർ ടു യു, ശാശ്വതി. Thank you, Mataji, for the very beautiful and insightful session on Gita Mahatmyam. So we are going to next move on to the next session. We are very fortunate to have Rajesh Prabhu today, who will be taking the next session on Harinam Mahima. So yes, Rajesh Prabhu, you can please start. Hare Krishna. Thank you, Mataji. Hare Krishna. Hare Krishna. നമാവും വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ പുത്രി ശ്രീമതി ഭക്തിവേദാന്ത സ്വാമി നാമിനെ നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരണ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യ ദേശതാരിണി ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. അപ്പോ എനിക്കൊരു ഭാഗ്യം കൊണ്ട് ഇന്നൊരു അവസരം കിട്ടിയിരിക്കുകയാണ് ഹരിനാമത്തിന്റെ മഹാമന്ത്രത്തിന്റെ പ്രാധാന്യം പറയാനായിട്ട്. അപ്പോ നമ്മള് എല്ലാ ക്ലാസ്സുകളിലും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. എങ്കിലും അത് അത്രയും പ്രാധാന്യമുള്ളതാണ്. മാതാജി പറഞ്ഞ പോലെ അത്രയും പ്രാധാന്യമുള്ളത് കൊണ്ടാണ് നമ്മൾ ഗീതാ മഹാത്മ്യവും ഹരേ കൃഷ്ണ മഹാമന്ത്രത്തിന്റെ മഹാത്മ്യവും നമ്മൾ റിപ്പീറ്റ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മനസ്സിലേക്ക് നമുക്കത് കയറാൻ വേണ്ടിയിട്ട്. അപ്പോ നമുക്കിങ്ങനെ ഒരു ചോദ്യം വേണമെങ്കിൽ ചോദിക്കാം, നമ്മൾ എന്തിനാണ് ഈ ഹരേ കൃഷ്ണ മഹാമന്ത്രം ചൊല്ലുന്നത് എന്ന് ചോദിക്കാം, അല്ലെ? അപ്പോ അതിങ്ങനെ നമുക്ക് ഹരേ കൃഷ്ണ. അപ്പോ നമ്മൾക്ക് ഇങ്ങനെ ഒരു മനസ്സിലാക്കൽ നടത്താം. ഇപ്പൊ നമ്മൾ ഒരു സാധാരണ ഒരു ആരോഗ്യമുള്ള ഒരു വ്യക്തിക്ക് നമുക്ക് അസുഖമൊന്നും ഇല്ലെങ്കിൽ നമ്മൾ ഡോക്ടറെ കാണാനോ മരുന്ന് മേടിക്കാനോ പോകില്ല, അല്ലെ? അപ്പോൾ നമ്മൾ വളരെ ഭൗതികതയിൽ വളരെ ആരോഗ്യകരമായി മെറ്റീരിയലി നമ്മൾ വളരെ ഹെൽത്തി ആയിട്ട് ഇരിക്കുമ്പോൾ നമുക്ക് വിചാരിക്കും നമുക്ക് രോഗമൊന്നും ഇല്ല എന്ന് വിചാരിക്കും. പക്ഷെ നമ്മൾക്ക് ഒരു രോഗമുണ്ട്, അതാണ് നമ്മുടെ ഭവരോഗം എന്ന് പറയും. അപ്പൊ നമ്മളുടെ ഈ ഭൗതിക ആസക്തി കൊണ്ട് നമുക്ക് കുറെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അത് നമ്മൾ അറിയുന്നില്ല. അപ്പൊ നമ്മൾക്ക് ഈ ഭവരോഗത്തിന്റെ മരുന്നാണ് ഹരേ കൃഷ്ണ മഹാമന്ത്ര ജപം കലിയുഗത്തില്. അപ്പൊ നമ്മള് ഒരു ശ്രീമദ് ഭാഗവതത്തില് 1.8.26 കുന്തി സ്തുതിയിൽ പറയുന്നു, ജന്മൈശ്വര്യ ശ്രുത ശ്രീഭിർ ഏതമാന മത പുമാൻ നൈവാർ ഹത്യാഭിധാതും വൈ ത്വം അകിഞ്ചന ഗോചരം. അവിടെ പറയുന്നത് ഭഗവാന്റെ സനാതനമായ ആത്മീയധാമം പ്രാപ്തമാക്കാൻ വളരെ എളുപ്പമാണ്. അതേസമയം നശ്വരമായ ഭൗതിക കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന വ്യാപരിച്ചിരിക്കുന്ന ഒരാൾക്ക് അത് വളരെ പ്രയാസകരവുമാണ്. എന്നിട്ട് പറയുന്നു, നമ്മുടെ വംശം, സമ്പത്ത്, നമ്മളുടെ വിദ്യാഭ്യാസം, ഉന്നത വിദ്യാഭ്യാസം, ശരീര സൗന്ദര്യം, ഇങ്ങനെയുള്ള ലൗകിക കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരാൾക്ക് ഭഗവാനെ പൂർണ്ണ മനസ്സോടെ സ്മരിക്കാൻ സാധ്യമല്ലാത്തതിനാൽ അവർക്ക് എപ്പോഴും അപ്രാപ്യനായിരിക്കും ഭഗവാൻ എന്ന് കുന്തി സ്തുതിയിൽ പറയുന്നു. അപ്പോ ഇതാണ് നമുക്ക് സംഭവിക്കുന്നത്. നമ്മൾ എപ്പോഴും ഭൗതികതയിൽ ഒരുപാട് മുങ്ങിക്കഴിയുമ്പോൾ നമുക്ക് പൂർണ്ണ മനസ്സോടെ ഭഗവാനെ സ്മരിക്കാൻ സാധിക്കേണ്ടി വരും. ഇതാണ് ഭവരോഗത്തിലേക്കുള്ള മാർഗം. അപ്പോ ഒരു വഴിയാണ് ഭവരോഗത്തിന്റെ ഒരു വഴി, അല്ലെങ്കിൽ ഒരു കാരണം. അപ്പൊ എന്ത് പറ്റും? ഭഗവാന്റെ കൂടെ നിന്നാൽ നമുക്ക് ഭഗവാന്റെ ഷഡൈശ്വര്യങ്ങൾ നമുക്ക് ഷെയർ ചെയ്ത് കിട്ടും. അചിന്ത്യമായ നമ്മളായിട്ട് അധ്വാനിച്ച് നമ്മളുടെ ഇന്ദ്രിയ സന്ദർപ്പണത്തിന് വേണ്ടി അല്ലെങ്കിൽ സെൻസ് ഗ്രാറ്റിഫിക്കേഷന് വേണ്ടിയിട്ട് നമ്മൾ ഓടി നടക്കേണ്ട കാര്യമില്ല. ഭഗവാന്റെ എല്ലാ ഷഡൈശ്വര്യങ്ങളും, അചിന്ത്യമായ സൗന്ദര്യം, ശക്തി, യശസ്, ജ്ഞാനം, ഇതെല്ലാം നമുക്ക് കിട്ടും. കൂടെ നമുക്ക് വൈരാഗ്യം അഥവാ റിനൗൺസിയേഷൻ, ആ ഒരു വിരക്തിയും കൂടി നമുക്ക് കിട്ടും ഭഗവാന്റെ കയ്യിൽ നിന്ന്. അപ്പൊ നമുക്ക് ഇതിനോടെല്ലാം ഒരു അറ്റാച്ച്മെന്റ് ഇല്ലാണ്ടാക്കാൻ നമുക്ക് സാധിക്കും. അതേസമയം നമ്മൾ ഭഗവാനെ വിട്ടിട്ട് ഭഗവാനെ നമ്മൾ ആരാധിക്കുന്നില്ല, ഭഗവാന്റെ ഇന്ദ്രിയാസ്വാദനം നോക്കാണ്ട് സ്വന്തം ഇന്ദ്രിയാസ്വാദനത്തിൽ പോകുമ്പോൾ നമുക്ക് ഷഡ് വൈരികൾ കൂട്ടുകാരായിട്ട് വരും. അതായത് കാമ, ക്രോധ, ലോഭ, മോഹ, മത, മാത്സര്യം, ഇതെല്ലാം വരും. അപ്പൊ അസൂയ, എല്ലാ അഹങ്കാരവും എല്ലാം നമ്മുടെ കയ്യിൽ കൂട്ടുകാരായിട്ട് വരും. അത് നമ്മുടെ വീണ്ടും ഭവരോഗത്തിന്റെ മൂർധന്യത്തിലേക്ക് കൊണ്ടുപോവുകയും നമുക്ക് എന്ത് സംഭവിക്കുന്നു വെച്ചാൽ ജന്മ, മൃത്യു, ജരാവ്യാധി സംഭവിച്ചുകൊണ്ടിരിക്കും. അപ്പോ ഈ ഭവരോഗത്തിനുള്ള മരുന്നാണ് ഹരേ കൃഷ്ണ മഹാമന്ത്രം. അപ്പൊ ഓരോ യുഗത്തിലും ഓരോ തരം മരുന്നുണ്ട്. അപ്പൊ നമ്മൾ ശ്രീമദ് ഭാഗവതം 12.3.52 ശ്ലോകം എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം, ഹൃദയാധ്യായതോ വിഷ്ണു ത്രേതായാം യജതോ മഖി
ദ്വാപരേ പരിചര്യായ കലൗതത് ഹരികീർത്തന. അല്ലെ, ഓരോ സത്യയുഗത്തിൽ കൃതയുഗത്തില് എന്തായിരുന്നു? ഭഗവാനെ ധ്യാനിക്കുന്നതിലൂടെ, പിന്നെ ത്രേതായുഗത്തില് യജ്ഞങ്ങൾ അനുഷ്ഠിക്കുന്നതിലൂടെ, ദ്വാപരയുഗത്തില് ഭഗവാനെ അർച്ചന ചെയ്യുന്നതിലൂടെ കിട്ടിക്കൊണ്ടിരുന്ന എല്ലാ പുണ്യങ്ങളും നമുക്ക് കലിയുഗത്തില് കലൗതത് ഹരികീർത്തന, അല്ലെ, ഹരിനാമ സങ്കീർത്തനോട് കലിയുഗത്തില് നമുക്ക് എളുപ്പം കിട്ടും. അതപ്പോ ഓരോ മരുന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ അതിന് തൊട്ട് മുന്നത്തെ ശ്ലോകത്തിൽ പറയുന്നു കലേർ ദോഷ, അതായത് സുഖദേവ ഗോസ്വാമി പരീക്ഷിത് മഹാരാജനോട് പറയാണ്, കലേർ ദോഷ നിധേരാജൻ അസ്തി ഹേക്യോ മഹാൻ ഗുണ കീർത്തനാദേവ കൃഷ്ണസ്യ മുക്തസംഗ പരം വ്രജേത്. എന്ന് വെച്ചാല് കലിയുഗം എല്ലാം കൊണ്ടും ദുഷിച്ചാണെന്ന് പറയുമെങ്കിൽ ഒരു നല്ലൊരു കാര്യം കലിയുഗത്തിലുണ്ട്. എന്താണ്? ഒരു സദ്ഗുണമുണ്ട്. എന്താണത്? ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുന്നതിലൂടെ ഒരാൾക്ക് ഭൗതിക ബന്ധനത്തിൽ നിന്ന് മുക്തനാകാനും അതീന്ദ്രിയ ധാമത്തിലേക്ക് പോകാനും സാധിക്കും. പോരെ, നമുക്ക് എന്തോരം ഗ്യാരണ്ടികളാണ് കിട്ടുന്നത്. ഇനിയിപ്പോ ബൃഹന്നാരദോപനിഷത്ത് എടുത്താൽ തന്നെ നമുക്കറിയാം, നമുക്ക് ഹരേർ നാമ ഹരേർ നാമ ഹരേർ നാമ ഇവ കേവലം കലോ നാസ്തേവ 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 ഗതിരന്യത. അങ്ങനെ ഒരുപാട്. ഇനി ശ്രീമദ് ഭാഗവത എൻഡി എന്നത് എങ്ങനെയാണ്? നാമസങ്കീർത്തനം യസ്യ സർവപാപ പ്രണാശനം പ്രണാമോ ദുഃഖശമനസ്ഥം നമാമി ഹരിം പരം. അവിടെയും പറയുന്നു നമ്മളുടെ എല്ലാ പാപങ്ങളും അല്ലെങ്കിൽ പാപപ്രതികരണങ്ങളും നമുക്ക് എങ്ങനെ ഇല്ലാണ്ടാക്കാം? ഹരിനാമം ജപിച്ചുകൊണ്ട്. അപ്പോ അത്രയും പ്രാധാന്യമാണ് ഹരിനാമത്തിന്. നമുക്ക് തന്നെ പല രീതികളിൽ നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നു. അപ്പോ നമ്മൾ ചെയ്യേണ്ടത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഒരു മരുന്ന്, നമ്മുടെ ഭവരോഗത്തിന്റെ മരുന്നായ, കലിയുഗത്തിലെ മരുന്നായ ഹരേ കൃഷ്ണ മഹാമന്ത്രം നമ്മൾ നിത്യേന നമ്മൾ ജപിക്കുക. അപ്പൊ ഇതുവരെ തുടങ്ങാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ ഒരു മാല ഉണ്ടെങ്കിൽ മാല, അല്ലെങ്കിൽ മാല നാളെ സംഘടിപ്പിക്കുക. ഇന്ന് തന്നെ ആ ഹരേ കൃഷ്ണ മഹാമന്ത്രം ഒരു ആവർത്തി ചൊല്ലുക. 108, ഒരു മാലയിലാണെങ്കിൽ 108 പ്രാവശ്യം ചൊല്ലുക. അപ്പൊ ഞാനിപ്പോ ഒരു പ്രാവശ്യം ചൊല്ലാം, എന്റെ കൂടെ പറ്റുന്നവര് അൺമ്യൂട്ട് ചെയ്തുകൊണ്ട് തന്നെ ചൊല്ലിക്കൊള്ളൂ. ഹരേ കൃഷ്ണ കൃഷ്ണ Krishna കൃഷ്ണ ഹരേ Krishna ഹരേ, Hare ഹരേ Hare രാമ Hare രാമ Rama രാമ Rama രാമ Rama ഹരേ. Hare. ഇങ്ങനെ ഓരോ മുത്തും പിടിച്ചിട്ട് 108 പ്രാവശ്യം നമ്മളിത് ചൊല്ലുക. നിത്യം ഇന്ന് തന്നെ ചൊല്ലുക. കാരണം ഇത് നമ്മളുടെ ഭവരോഗത്തിന്റെ മരുന്നാണ്. നമ്മൾ ഭൗതികമായി എന്തൊക്കെ നേട്ടം നമ്മൾ പ്രാപിച്ചിട്ടുണ്ടെങ്കിലും നമുക്ക് ഷഡ്വൈരികളായിരിക്കും കൂട്ടുകാർ. നമുക്ക് ഭഗവാന്റെ ഷഡൈശ്വര്യം നമുക്ക് വേണം, നമുക്ക് ഡിറ്റാച്ച്മെന്റ് വേണം, റിനൗൺസിയേഷൻ വേണം, നമുക്ക് ഭഗവാനെ വേണം, അല്ലെങ്കിൽ ഭഗവത് പ്രേമം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും നല്ല ഒരു, എന്താ പറയുന്നത്, അല്ലെ, നമ്മൾ ഈ കൊറോണയ്ക്ക് ആന്റിവൈറസ് അല്ല മറ്റേ എന്തോ ഇത് എടുക്കുന്ന പോലെയാണ്. ഇത് എടുത്തു കഴിഞ്ഞാൽ കലിയുഗത്തിൽ നമുക്ക് പ്രൊട്ടക്ഷൻ ആണ്. അപ്പൊ ഏറ്റവും എളുപ്പമായ മാർഗമാണ് നമുക്ക് തന്നിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും ഹരേ കൃഷ്ണ മഹാമന്ത്രം ചൊല്ലണം. ഇന്ന് തന്നെ ഒരു ആവർത്തി, അല്ലെങ്കിൽ മാലയുള്ളവരാണെങ്കിൽ ഒരു മാല എന്തായാലും ജപിക്കണം. കൂടുതൽ ജപിക്കുന്നവര് അവരുടെ ജപം കൂടുതൽ ഫോക്കസ് ചെയ്ത്, അല്ലെങ്കിൽ കൂടുതൽ ശ്രദ്ധിച്ച് എണ്ണം കൂട്ടുന്ന രീതിയിലോ അല്ലെങ്കിൽ കൂടുതൽ ശ്രദ്ധിച്ച് ചൊല്ലണമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഹരേ കൃഷ്ണ. Hare Krishna Prabhu. Thank you so much. You have very beautifully explained the glories of the Hare Krishna Maha Mantra. It's very inspiring and it has strengthened our faith also in chanting. So, next we'll be moving on to the main session of the day. We have with us Her Grace Gunamala Devidasi. She will be the main speaker of the day. So I'll just give a small introduction about her. She started practicing Krishna consciousness from the year 1997. And it was like in Vishakhapatnam where she came into Krishna consciousness among a community of devotees, where she very dedicatedly followed a routine of attending Mangala Aarti at 4 a.m., followed by Shringar Aarti, Srimad Bhagavatam class, Gaur Aarti, and etc. So she very sincerely followed this routine and lifestyle for 18 years in Vizag. And over there, she got her first Harinam initiation in 2002 from His Holiness Srila Rompad Swami Maharaj. And she got her Brahminical initiation in 2007. And in the community there, she would be doing her Shastra study, serving deities both as assistant Pujari and even Pujari for a brief time. Over there, she would be cooking bhoga for the deities, flower garlands for the deities, and she also
was participating in the book distribution over there and was attending all the yearly yatras to Simhachalam, Udupi, etc. And in the year 2015, she moved to Ernakulam. And for the last 10 years, she has been rendering services here in multiple departments at ISKCON Kochi very sincerely. So we are very fortunate tonight to have gotten this opportunity to hear from a very exalted devotee like Gurmala Mataji. So once again, welcoming you, Mataji. Yes, Mataji, so you can please take over. മ്യൂട്ട് ചെയ്തിട്ട് അൺമ്യൂട്ട് ചെയ്യണം. Thank you, Shashwati Mataji. Are you able to hear? Yes, Mataji. Can I continue? Yes, Mataji, please go ahead. Hare Krishna to everyone. So now we have come to the 6th chapter. Last slokas. Last 20 slokas I have to cover. And let us first try to understand what we learned in what we understood or try to understand in the first 5 chapters and the half of the 6th chapter. Sorry, I am speaking in English. കുരുക്ഷേത്രത്തില് നമ്മള് ഭഗവത്ഗീത നമ്മളിപ്പോ 6-ാം അധ്യായം പകുതി വരെ എത്തി. അപ്പൊ ഇനി നമുക്കിപ്പോ ഇതുവരെ എടുത്തതിന്റെ ഒരു ചെറിയ ഇത് നമുക്ക് നോക്കാം. നമുക്കൊന്ന് മനസ്സിലാക്കി ഇതിന്റെ ഒപ്പം ക്യാച്ചപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു ശ്രമം നടത്താം. ആദ്യം അധ്യായത്തിൽ 1-ാം അധ്യായത്തില് വിഷാദ യോഗമാണ്. അർജുനൻ വിഷാദിക്കുകയാണ്. തന്റെ ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും എല്ലാം കണ്ടിട്ട്, ഗുരുക്കന്മാരെ എല്ലാവരെയും കണ്ടിട്ട് അവരെ ഒന്നും തനിക്ക് വധിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് വളരെ വ്യസനത്തോടെ യുദ്ധം ചെയ്യില്ല എന്ന് തീർച്ചപ്പെടുത്തി കൃഷ്ണനെ ഒരു ശരണം പ്രാപിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പൊ അങ്ങനെ ശരണം പ്രാപിച്ച അർജുനനോട് ശ്രീകൃഷ്ണ ഭഗവാൻ ഒരു ഗുരുവിന്റെ രൂപത്തിലാണ് അർജുനെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നത്. 2-ാം അധ്യായത്തിൽ പറഞ്ഞു തരുന്നത് യുദ്ധം മടിക്കണ്ട എന്ന് അർജുനനോട് കൃഷ്ണൻ പറഞ്ഞു കൊടുക്കണം. കാരണം ആരും മരിക്കുന്നില്ല. ആത്മാവിനെ കുറിച്ചുള്ള നമുക്ക് കിട്ടുന്ന ജ്ഞാനം ഈ 2-ാം അധ്യായത്തെ മുതൽക്കാണ്. 2-ാം അധ്യായത്തിൽ പറയുന്നത് നമ്മൾ ഒരിക്കലും മരിച്ചു പോകുന്നില്ല, നമ്മുടെ ശരീരം മാത്രമാണ് പോകുന്നത്. ആത്മാവ് അത് നിലനിൽക്കും, അത് വീണ്ടും ജന്മം എടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറെ കാലമായി നമ്മൾ ജന്മങ്ങൾ എടുക്കുന്നുണ്ട്. അതുകൊണ്ട് ആത്മാവിന് മരണമില്ല എന്ന് അർജുനെ നമ്മളെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെ ധൈര്യമായിട്ട് യുദ്ധം ചെയ്യാനും സത്യധർമ്മം അനുസരിച്ച് യുദ്ധം ചെയ്യാതിരിക്കുന്നത് ശരിയല്ല എന്നും നാണക്കേടാണെന്നും പറഞ്ഞു കൊടുത്ത് അർജുനെ പ്രോത്സാഹിപ്പിച്ച് യുദ്ധം ചെയ്യാൻ സന്നിധനാക്കുന്നു 2-ാമത്തെ അധ്യായം. 3-ാമത്തെ അധ്യായം കർമ്മയോഗത്തില് നമ്മളുടെ പ്രവൃത്തികളെല്ലാം ത്യാഗഭാവത്തോടു കൂടി വേണം ചെയ്യണം എന്നാണ് ഭഗവാൻ പറയുന്നത്. ഫലേച്ഛ കൂടാതെ പ്രവർത്തിക്കാൻ ഉദ്ദേശിക്കുന്നതാണ് ആ യോഗത്തിൽ നമുക്ക് കാണാം. 4-ാമത്തെ ജ്ഞാനകർമ്മ സന്യാസ യോഗത്തില് ഒരു യജ്ഞം കണക്കെ ജ്ഞാനത്തോട് വേണം ചെയ്യുവാൻ, എങ്കിൽ നമുക്ക് മോക്ഷപ്രാപ്തി ലഭിക്കും എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതിന് പുറമെ 4-ാമത്തെ അധ്യായത്തിൽ പരമപ്രധാനമായ ഒരു വിഷയം, ഒരു കാര്യം പറയുന്നുണ്ട്. അത് നമ്മൾ നോട്ട് ചെയ്യണം. നമ്മൾ ആരിൽ നിന്ന് വേണം ശ്രവണം ചെയ്യാൻ? ഭഗവത്ഗീത യോഗം പരിശീലിച്ചു വന്ന കൂട്ടര് അത് നിർത്തിയ കാരണമാണ് അത്. അപ്പൊ നഷ്ടപ്പെട്ടു യോഗം, ഭക്തിയോഗം. അപ്പൊ അതുകൊണ്ട് വീണ്ടും അർജുനനിലൂടെ അത് കൃഷ്ണൻ പുനർജിതാക്കുകയാണ്, അതിനെ അവതരിപ്പിക്കുകയാണ്. ഈ 4-ാമത്തെ അധ്യായത്തിൽ അത് പറഞ്ഞു. അപ്പൊ നമുക്ക് കേൾക്കേണ്ടത് പരമ്പരയിൽ കൂടെ, അതായത് കൃഷ്ണൻ ബ്രഹ്മാവിന് ജ്ഞാനം പറഞ്ഞു കൊടുത്തു, ബ്രഹ്മാവാകട്ടെ അത് തന്റെ മകൻ നാരദമുനിക്ക് പറഞ്ഞു കൊടുത്തു, നാരദൻ വ്യാസമുനിക്ക്, വ്യാസമുനി മാധവാചാര്യക്ക്, അങ്ങനെ അത് വന്ന് 32-ാമത്തെ ആചാര്യാണ് നമ്മുടെ ഇസ്കോൺ ഫൗണ്ടർ ആചാര്യ ശീല പ്രഭുപാദ്. അപ്പം നമുക്ക് അങ്ങനെ വേണം നമുക്ക് കേൾക്കാൻ. മറ്റേതൊന്നും നമ്മൾ കേൾക്കാൻ പോകണ്ട. കാരണം അതൊന്നും വളച്ചൊടിച്ച സത്യങ്ങളായിരിക്കും. അതൊന്നും ഇങ്ങനെ ഈ ഭക്തിയോഗ പരിശീലിച്ച കൂട്ടരിൽ നിന്നല്ല നമ്മൾ കേൾക്കുന്നത്. അവർ പാണ്ഡിത്യം കൊണ്ട്
തർജ്ജമ ചെയ്ത പുസ്തകങ്ങളാവാം. അപ്പോൾ ഒരു ഭക്തന്റെ മുഖത്ത് നിന്ന് വേണം നമുക്കിത്, ശുദ്ധ ഭക്തന്റെ മുഖത്ത് നിന്ന് അത് നമുക്ക് പറഞ്ഞാൽ നമ്മൾ നോക്കണം. അതുകൊണ്ടാണ് ഭഗവത്ഗീത യഥാരൂപം പ്രഭുപാദർ എഴുതിയത് തന്നെ നമ്മൾ ഫോളോ ചെയ്യണം. ഇതിവിടെ ഞാനൊരു പേഴ്സണൽ ആയിട്ടുള്ള ഒരു അഭിപ്രായം പറയാം. എനിക്കുണ്ടായ അനുഭവം, ഞാൻ ചിന്മയ സ്വാമിയുടെ ക്ലാസ്സുകൾ കേട്ടിട്ടുണ്ട്. എനിക്കൊന്നും മനസ്സിലാക്കാൻ, തമാശ പറഞ്ഞതൊക്കെ സ്വാമി ഒരുപാട് തമാശ പറയും, അല്ലാണ്ട് കാര്യമായി ഒന്നും ഗ്രഹിക്കാൻ പറ്റിയിരുന്നില്ല. പുസ്തകം ഭഗവത്ഗീതയൊക്കെ വാങ്ങിക്കൊണ്ടുവന്നു. പക്ഷേ എനിക്ക് ആ പുസ്തകം അവിടെ വെച്ചു എന്നല്ലാതെ എനിക്ക് ഒന്നും വായിച്ചാൽ മനസ്സിലാവുമായിരുന്നില്ല. പക്ഷേ ശീല പ്രഭുപാദരുടെ പുസ്തകം ഞാൻ ഇസ്കോൺ ഭക്തന്മാരുടെ മുഖത്ത് നിന്ന് കേട്ടപ്പോൾ കാര്യങ്ങൾ മനസ്സിലാക്കാനും അതിനുള്ള സംശയ നിവൃത്തിയൊക്കെ വന്നപ്പോൾ എനിക്ക് കൃഷ്ണാവബോധം പരിശീലിക്കാൻ പറ്റി. അപ്പോൾ ഇതാണ് നമ്മൾ യഥാരൂപത്തിന്റെ ഒരു വലിയ മഹത്തായ പ്രത്യേകത. അപ്പം ഇവിടെ വന്നിട്ടുള്ള ശ്രോതാക്കളെല്ലാം അത് തന്നെ വാങ്ങണം അവര്. എന്നാലേ നമുക്ക് ശരിയായ ഫാക്ട്സ് നമുക്ക് എന്തായാലും നമുക്ക് കേട്ടിട്ട് അപ്ലൈ ചെയ്യാനാണ്, പ്രാക്ടീസ് ചെയ്യാനാണ്. അതിന് വേണ്ടത് ശരിയായിട്ടുള്ള പുസ്തകം തന്നെ വേണം. യഥാരൂപം വാങ്ങാൻ അപേക്ഷിക്കുന്നു. 5-ാമത്തെ അധ്യായം കർമ്മസന്യാസ യോഗം. ഇവിടെ ജോലികൾ ത്യജിക്കുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. ത്യജിക്കുന്നതിലല്ല പ്രധാനം, ഭക്തിമാർഗത്തിൽ പ്രവർത്തിക്കുന്നതിനെ ആണ് പ്രധാനമെന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നുണ്ട്. ധ്യാനയോഗമാണ്. പിന്നെ 6-ാമത്തെ അതിൽ അഷ്ടാംഗയോഗം പരിശീലിക്കുന്നതും ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടി ആണ്. അതിന് മനസ്സിനെ നിയന്ത്രിക്കണം. എല്ലാ യോഗങ്ങളുടെയും ഒരു ആവശ്യമാണ് അത്, മനസ്സിനെ നിയന്ത്രിക്കുക എന്നുള്ളത്. അതാണ് ഈ ധ്യാനയോഗത്തിൽ അതിനെ കുറിച്ചാണ് പറയുന്നത്. പിന്നെ അതും പുറമെ ആരാണ്, പലതരം യോഗികളുണ്ട്, ആ യോഗിമാരിലെല്ലാം ആരാണ് ശ്രേഷ്ഠമായ യോഗി എന്നും നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ നമ്മൾ 6ലേക്ക് കിടക്കണം. ഹരേ കൃഷ്ണ. ഓമഞ്ചൻ തമ്പ്രാന്തസ്ഥ ഞാൻ കൃഷ്ണ ചൈതന്യ മനോവിഷ്ണു രാമേശ്വരം ശ്രീകൃഷ്ണ ചൈതന്യ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, രാം ഹരേ രാം 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും സ്വാഗതം. അധ്യായം 6 29 തൊട്ടിട്ട് 47 ശ്ലോകങ്ങളാണ് നമ്മൾ കവർ ചെയ്യണത്. അപ്പൊ 29 സർവഭൂത സമാത്മാനം സർവഭൂതാനി ചാത്മനി ഈഷതേ യോഗ യുക്താത്മാ സർവത്ര സമദർശന. ഒരു യഥാർത്ഥ യോഗി സർവ്വജീവികളിലും എന്നെ കാണുന്നു, അയാൾ സർവ്വജീവികളെയും എന്നിലും കാണുന്നു. ആത്മസാക്ഷാത്കാരം സിദ്ധിച്ചവർ പരമപുരുഷനായ എന്നെ എവിടെയും കണ്ടെത്തും. അപ്പോൾ ഇതിൽ പറയുന്നത്, ഒരു യഥാർത്ഥ യോഗി പരമാത്മാവിനെ എല്ലാവരുടെയും ഹൃദയത്തിൽ കാണുന്നു. നമ്മുടെ ഹൃദയത്തിൽ, എല്ലാവരുടെ ഹൃദയത്തിലും പരമാത്മാവുണ്ട്. നമ്മൾ ജീവാത്മാവ്, പരമാത്മാവ്, കൃഷ്ണൻ. അപ്പോൾ അതിനെ കാണുന്നു, അദ്ദേഹത്തെ നമ്മൾ ഭഗവാനെ കാണുന്നു ആ രൂപത്തിൽ. അതുപോലെ എല്ലാവരെയും ഭഗവാനിലും കാണും. ഒരു യഥാർത്ഥ യോഗിയുടെ കാഴ്ചപ്പാടാണ്, ഉയർന്ന കാഴ്ചപ്പാടുണ്ട്. കൃഷ്ണാനുഭവത്തിൽ എത്തുന്ന യോഗിക്ക് ഇത് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഭഗവത്ഗീതയിൽ നിന്നാണ് നമുക്കിത് മനസ്സിലാക്കുന്നത്. ഒരു ബ്രാഹ്മണന്റെ ശരീരത്തിലും ഒരു നായയുടെ ശരീരത്തിലും ഭഗവാനെ കാണാൻ കഴിയുന്നു. ബ്രാഹ്മണൻ നല്ല ശുദ്ധിയുള്ള വ്യക്തിയാണ്, മന്ത്രങ്ങൾ ചൊല്ലിയും എപ്പോഴും ശുദ്ധിയുള്ള ആളാണ്. നായയാണ് മറിച്ച് കുളിക്കില്ല, വൃത്തികേടാണ്. പക്ഷെ രണ്ടുപേരിലും ഭഗവാൻ കുടികൊള്ളുന്നു. ഭഗവാൻ എപ്പോഴും ഒരേപോലെയാണ്, പൂർണ്ണ ശുദ്ധനാണ് അദ്ദേഹം എപ്പോഴും. അതുകൊണ്ട് നായയുടെ ശരീരത്തിലും ബ്രാഹ്മണന്റെ ശരീരത്തിലും ഭഗവാൻ പരിശുദ്ധനായി തന്നെ നിലനിൽക്കുന്നു. ജീവാത്മാ ഒരിക്കലും മനസ്സിലാക്കേണ്ട വേറൊരു പ്രധാനം, ജീവാത്മാവ് ഒരിക്കലും പരമാത്മാവില്ല. പല സിദ്ധാന്തങ്ങളും നമുക്ക് കേൾക്കാൻ പുറമേന്ന് അതെല്ലാം അൺബോണഫൈഡ് എന്ന് പറയും, അംഗീകരിച്ചിട്ടുള്ളതല്ല. ഇതുപോലെ ഞാൻ പറഞ്ഞ പോലെ പരമ്പരയെന്ന് വരുന്ന ജ്ഞാനത്തിലല്ല ഇത് പറയുന്നത്. അപ്പോ ഇനി മനസ്സിലാക്കേണ്ടത് ജീവാത്മാവും പരമാത്മാവും വേറെയാണ്. കാരണം എന്താണ് പറയുന്നത്, ജീവാത്മാവിന് ഒരിക്കലും മറ്റുള്ള ശരീരത്തിൽ വസിക്കാൻ പറ്റില്ല. നമുക്ക് നമ്മുടെ ശരീരത്തെക്കുറിച്ച് മാത്രമേ നമുക്ക് അറിവുള്ളൂ. ഭഗവാനാകട്ടെ എല്ലാവരുടെ ശരീരത്തിലുമുണ്ട്, എല്ലാവരെയും അറിയും. അതുകൊണ്ട് പരമാത്മാവിന്റെ പ്രത്യേകത ഇതാണ്. നമുക്ക് നമ്മുടെ രക്ഷകർത്താക്കള് നമ്മൾ അവര് പൂജനീയരാണ്. നമുക്ക് എന്താ കാരണം, നമ്മൾക്ക് അവര് സംരക്ഷിക്കുന്നു, നമ്മളെ സ്നേഹിക്കുന്നു. ഇതെല്ലാം കൊണ്ട് നമുക്ക് വളരെ പൂജനീയരാണ്. അപ്പോ നമ്മൾ ആലോചിച്ച് നോക്കണം, ഈ ഭഗവാനെ കുറിച്ച്. ഭഗവാനോ ജന്മാന്തരങ്ങളായി നമ്മുടെ കൂടെ തന്നെ, എല്ലാ ജന്മത്തിലും നമ്മളെ എവിടെയും ഉപേക്ഷിക്കുന്നില്ല. പരമാത്മാവ് നമ്മുടെ കൂടെയുണ്ട്, നമ്മളിത് അറിയുന്നില്ല. ശാസ്ത്രം പഠിക്കുമ്പോഴാണ്, അപ്പോഴാണ് നമ്മള് ഭഗവാനെ മനസ്സിൽ നമ്മുടെ കൂടെ, നമ്മുടെ എറ്റേർണൽ ഫ്രണ്ടായിട്ട് ഭഗവാൻ നമ്മുടെ കൂടെ ഉണ്ട്, നിത്യ സുഹൃത്താണ്.
ഏത് ശരീരം നമുക്ക് കിട്ടിയാലും ഭഗവാൻ നമ്മുടെ ഒപ്പം വരും. നമ്മളെ അത്രയ്ക്ക് സ്നേഹമുള്ളത് കൊണ്ടാണ് ഭഗവാൻ വരുന്നത്. ഈ പരമാത്മാവിന്റെ ഫീച്ചർ പ്രത്യേകതയാണ്. ഇതാണ് പരമാത്മാവിന്റെ നമ്മുടെ കൂടെ എല്ലാവരുടെയും കൂടെ ഭഗവാൻ വരുന്നുണ്ട്. ഏത് ജന്മം എടുത്താലും ഒരു ദേവനും ഒരു ദേവിമാരും നമ്മളുടെ കൂടെ അങ്ങനെ വരുന്നില്ല. കൃഷ്ണൻ മാത്രം നമ്മളുടെ കൂടെ എപ്പോഴും ഉണ്ട്. അങ്ങനെയുള്ള കൃഷ്ണനെ ഭഗവാനെ ഇത് മനസ്സിലാക്കി ആണ് യോഗികൾ സ്നേഹിക്കുന്നത്. നമുക്കും അത് തന്നെ ചെയ്യാം. ഇതാണ് യോഗിയുടെ പൂർണ്ണത. ശ്ലോകം 30. യോ മാം പശ്യതി സർവത്ര സർവം ച മയി പശ്യതി തസ്യാഹം ന പുണ്യ പ്രണശ്യാമി തഥാമേന പ്രണശ്യതി. എവിടെയും ഞാൻ കുടികൊള്ളുന്നതായും എല്ലാം എന്നിൽ അടങ്ങുന്നതായും കാണുന്നവനെ ഞാൻ ഒരിക്കലും നഷ്ടപ്പെടുകയില്ല. എനിക്ക് അവനും നഷ്ടപ്പെട്ടു പോവില്ല. അപ്പോ 30-ാം ശ്ലോകത്തില് ഇതിൽ പറയുന്ന വരുന്നത് ഈ ജ്ഞാനം കിട്ടിയവര് ഒരു ഭഗവാനെ നഷ്ടപ്പെടുന്നില്ല. അങ്ങനെ ഭഗവാനും നമുക്ക് നഷ്ടപ്പെടില്ല, ഭഗവാനും നമ്മൾ നഷ്ടമാവുന്നില്ല എന്ന് മനസ്സിലാക്കണം. കൃഷ്ണാവബോധത്തിന്റെ അടിസ്ഥാന തത്വം ഇതാണ്. എല്ലാം കൃഷ്ണന്റെ ശക്തിയാണ്. കൃഷ്ണനില്ലാതെ ഇവിടെ ഒന്നും നിലനിൽക്കുന്നില്ല. എല്ലാം അണുവിലും എല്ലാ അണുവിലും പരമാത്മാവ് കൃഷ്ണൻ ഉള്ളത് കൊണ്ട് കൃഷ്ണൻ തന്നെയാണ് എല്ലാത്തിലും ഉള്ളത്. തൂണിലും തുൻപിലും നമുക്ക് കൃഷ്ണനെ കാണാം. കൃഷ്ണാവബോധം പഠിപ്പിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ കൃഷ്ണനെ സ്നേഹിക്കാനാണ്. ഇതാണ് ഉത്തമ ഭക്തി. അങ്ങനെ കൃഷ്ണനെ സ്നേഹിച്ചാൽ സ്നേഹിച്ച് ഭജിക്കുന്ന ഭക്തനാണ് ഒരു ഉത്തമ യോഗി. കൃഷ്ണനെ സന്തോഷിപ്പിക്കണമെന്ന വിചാരം മാത്രമാണ് അത്തരം യോഗികൾക്കുള്ളത്. അഷ്ടാംഗ യോഗി ഭഗവാന്റെ കൃപ കൊണ്ട് ക്രമേണ ഒരു ഭക്തി യോഗിയിലേക്ക് ബന്ധപ്പെടും. സത്യയുഗത്തിലും ത്രേതയുഗത്തിലും ഈ അഷ്ടാംഗ യോഗം വളരെ അപ്പോഴേ ബുദ്ധിമുട്ടായിരുന്നു. കാരണം അതിന്റെ മാർഗം വളരെ ബുദ്ധിമുട്ടുള്ളതാണ്. എന്നാൽ ഈ കലിയുഗത്തിൽ മാർഗം എളുപ്പമാണ്. അതിന് നമുക്ക് ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ കൃപ കൊണ്ടാണ്. അദ്ദേഹം നമ്മളോട് പറഞ്ഞു, ഈ കലിയുഗത്തിലെ ഒന്നും സാധ്യമല്ലാത്തത് കൊണ്ട് നമ്മൾ ഹരിനാമം മാത്രം ജപിച്ചാൽ മതി. അതുകൊണ്ട് നമുക്ക് എല്ലാ പൂർണ്ണതയും വരും, എല്ലാം ചെയ്തതിന്റെ ഫലം കിട്ടും. അതുകൊണ്ടാണ് ഹരിനാമം ജപിക്കുന്നതിന്റെ മഹാത്മ്യം ഊന്നി പറയുന്നത്. എല്ലാവരും ജപിക്കണം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ എന്ന ജപം സദാ ചെല്ലണം. മഹാമന്ത്രം ജപിക്കുന്നത് കൊണ്ട് ഭഗവാനായി നേരിട്ട് സമ്പർക്കം പുലർത്താനും പൂർണ്ണതയെത്താനും കഴിയും. ഇതാണ് അതിന്റെ പ്രത്യേകത. നമ്മൾ നേരിട്ട് ഭഗവാനുമായി യോഗ എന്ന് പറഞ്ഞാൽ ബന്ധപ്പെടുക. ഈ ഭക്തിയോഗയിലൂടെ നമ്മൾ നേരിട്ട് ഭഗവാനുമായി സമ്പർക്കം വെക്കുന്നു. വിളിച്ചാൽ വരാൻ ഭഗവാൻ തയ്യാറാണ്. പക്ഷെ നമ്മുടെ ഭൗതിക മലിനീകരണം കൊണ്ട് അത് ഭഗവാനെ കാണാൻ കഴിയുന്നില്ല. പക്ഷെ നമ്മൾ ജപിച്ച് ഈ മലിനീകരണം മനസ്സിലെ കാമക്രോധ മോഹലോകങ്ങളെല്ലാം മാറ്റി ശുദ്ധപ്പെടുമ്പോൾ ഭഗവാന്റെ ദർശനത്തിന് അത് മനസ്സിൽ തയ്യാറാവുന്നു. ഭഗവാന്റെ ദർശനം നമുക്ക് ആ സമയത്ത് കിട്ടും. 31-ാമത്തെ ശ്ലോകം. സർവഭൂതസ്ഥിതം യോ മാം ഭജതേകത്വമാസ്ഥിതഃ സർവദാ വർത്തമാനോപി സയോഗി മയി വർത്തതേ. ഞാനും പരമാത്മാവും ഒന്ന് തന്നെയാണെന്ന് അറിഞ്ഞുകൊണ്ട് ആരാധ്യനായ പരമാത്മാവിന്റെ സേവനത്തിൽ മുഴുകിയ യോഗി ഏതു സന്ദർഭത്തിലും എന്നിൽ തന്നെ ജീവിക്കുന്നു. അപ്പോ 32-ാമത്തെ ശ്ലോകത്തിൽ കൃഷ്ണൻ എല്ലാത്തിലും എപ്പോഴും വസിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കി ഭഗവാനെ ഭജിക്കുന്ന യോഗി എപ്പോഴും ഭഗവാനെ ഭജിക്കുന്നു. നമുക്ക് കലിയുഗത്തിൽ ഒരിക്കലും പറ്റില്ല അഷ്ടാംഗയോഗ തുടരാൻ. കാരണം വീട് വിട്ടു പോകണം, വേറെ ഒറ്റപ്പെട്ട സ്ഥലത്ത് പോകണം. ഈ മാർഗം പറ്റില്ല. ലളിതമായ രീതികളും നമുക്ക് സൗകര്യമല്ല. ജപിക്കാൻ കൂടി കൂട്ടാക്കുന്നില്ല. പിന്നെ അല്ലേ ശരീരം നിയന്ത്രിച്ചിട്ടുള്ള അഷ്ടാംഗയോഗം ചെയ്യാൻ പറ്റുക. അപ്പോൾ നമുക്ക് അർജുനനെ കൃഷ്ണൻ എല്ലാറ്റിലും സോറി, ഞാൻ കുറച്ച് മുന്നോട്ട് പോയി, ക്ഷമിക്കണം. കൃഷ്ണന്റെ ഒരു രൂപം ചതുർഭുജ കൃഷ്ണനാണ്. കൃഷ്ണന്റെ വിസ്താരണമാണ് മഹാവിഷ്ണു. ചതുർഭുജ കൃഷ്ണനാണ് മഹാവിഷ്ണു. ഈ രൂപത്തിലാണ് പരമാത്മായി നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്നത് കൃഷ്ണൻ. വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ്. നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ വന്നിരുന്ന് ഇതേ പരമാത്മാവാണ്. അങ്ങനെ അളവറ്റ രൂപം അവൻ
കൃഷ്ണന് വേണ്ടി പ്രവർത്തിക്കുന്നത് കൊണ്ട് അവന് മുക്തിപദം ലഭിക്കുന്നു. എല്ലാ സുന്ദരമായ രൂപം, എല്ലാത്തിലും സുന്ദരമായ രൂപം കൃഷ്ണന്റേത് തന്നെ. കൃഷ്ണനെ കാണുന്നതുകൊണ്ട് നമ്മൾ കൃഷ്ണനെ കാണാത്തത് കൊണ്ട് നമ്മൾ മറ്റു പലതിലും ആകർഷകരാകുന്നു. പക്ഷെ കൃഷ്ണന്റെ ദർശനം കിട്ടിയാൽ ഭഗവാനെ സേവിക്കാൻ നമ്മൾ ആഗ്രഹിക്കും. ഇത്തരം യോഗികൾ കുറ്റമറ്റവരാണ്, ദോഷമില്ലാത്തവരാണ് ഉത്തമ യോഗി. 32 ആത്മോപമേന സർവത്ര സമം പശ്യതി യോ അർജുന സുഖം വാ യതി വാ ദുഃഖം സ യോഗി പരമോ മതഃ. അല്ലയോ അർജുന, എല്ലാ ജീവികളെയും അവരുടെ സുഖത്തിലും ദുഃഖത്തിലും തന്നോട് സദൃശനായി കണ്ട് സമഭാവനയോടെ വർദ്ധിക്കുന്നവനാണ് ഉത്തമനായ യോഗി. അപ്പോ സാക്ഷാത്കാരം കിട്ടിയ യോഗിക്ക് വളരെ വലിയ കാഴ്ചപ്പാടാണുള്ളത്. അയാൾ എപ്പോഴും മറ്റുള്ളവരുടെ കഷ്ടങ്ങളെ അവന്റെ തന്നെ കഷ്ടമായി കാണുന്നു. നമ്മൾ കഷ്ടപ്പെടുന്നത് നമ്മൾ കൃഷ്ണനെ മറന്നത് കൊണ്ടാണെന്ന് യാഥാർത്ഥ്യം അവൻ മനസ്സിലാക്കുന്നു. അപ്പൊ അത് തിരുത്തിയാൽ മതി. നമ്മൾ കൃഷ്ണനെ ഓർമ്മിച്ചാൽ നമുക്ക് എന്താവും, നമ്മുടെ കഷ്ടതകളെല്ലാം മാറും. അപ്പൊ നമ്മൾ കൃഷ്ണന്റെ സേവകരാണ്, ദാസന്മാരാണ്. നമ്മൾ ശരിക്കും നമ്മള് ദാസനും കൃഷ്ണൻ യജമാനുമാണ്. നമ്മള് ഭൃത്യന് യജമാനാവാൻ ശ്രമിക്കുമ്പോഴുള്ള കഷ്ടപ്പാട് എന്താ, അത് എത്ര ദുഃഖകരമാണ്, അത് തന്നെയാണ് നമുക്കും സംഭവിച്ചിട്ടുള്ളത്. നമ്മൾ സന്തോഷം ലഭിക്കുന്നത് നമ്മൾ ദാസന്മാരാ എന്ന് മനസ്സിലാക്കി ആ ദാസന്റെ ലെവലിൽ നമ്മൾ പ്രവർത്തിക്കുമ്പോഴാണ് നമുക്ക് സന്തോഷം കിട്ടുക. ഇതാണ് ദുഃഖഹേതു. അതിന്റെ നിവാരണം എന്താ? ഇത് മനസ്സിലാക്കുക. കൃഷ്ണന്റെ സേവകരാണ്, കൃഷ്ണ സേവ ചെയ്യുക. അത് നാമജപം ചെയ്യുന്നത് കൃഷ്ണ സേവയാണ്. ഭഗവത്ഗീത പഠനം ചെയ്യുന്നത് കൃഷ്ണ സേവയാണ്. ആരതി ചെയ്യുന്നത് ഭഗവാന് കൃഷ്ണ സേവയാണ്. കൃഷ്ണ പാചകം ചെയ്ത് നിവേദ്യം കഴിക്കുന്നത് കൃഷ്ണ സേവയാണ്. അപ്പൊ അതുപോലെ അതെല്ലാം നമ്മൾ ചെയ്യണം. കൃഷ്ണൻ മാത്രമാണ് യജമാനും എല്ലാത്തിൻ്റെയും ആസ്വാദകനും നമ്മൾ മനസ്സിലാക്കണം. എല്ലാത്തിൻ്റെയും എൻജോയർ, ആസ്വാദനമൊക്കെ കൃഷ്ണൻ തന്നെയാണ്. ഇത് അറിയുന്ന ആളാണ് ശരിയായിട്ടുള്ള യോഗി. അപ്പോൾ ഇത് കിട്ടിയാൽ നമുക്ക് ക്ലേശങ്ങൾ മുക്തരാകുമെന്ന് മനസ്സിലാക്കണം. ഈ പൂർണ്ണത പ്രാപിച്ച ഭക്തിയോഗി തന്റെ ജീവിതം, ഈ ജ്ഞാനം എല്ലാവർക്കും പകർന്നു കൊടുക്കാൻ ആഗ്രഹിക്കുന്നു. കാരണം അവർ ദുഃഖിയാണ്. അവർ ഈ കാഴ്ചപ്പാട് കിട്ടിയപ്പോൾ ദുഃഖഹേതു മനസ്സിലായി, നിവാരണവും മനസ്സിലായി. അത് പകർന്നു കൊടുക്കാണ്ട് അവർക്ക് സമാധാനമില്ല അവർക്ക്. അപ്പൊ ഈ ക്ലാസ്സുകളുടെ എല്ലാം ഉദ്ദേശം ഇത് തന്നെയാണ്. എല്ലാവരും പുതിയ വന്നവരെ പ്രത്യേകിച്ച് ഉൾക്കൊണ്ട് അവർക്ക് ഇത് മനസ്സിലാക്കി, ഈ ഭഗവത്ഗീത നമ്മൾ മനസ്സിലായ പോലെ മനസ്സിലാക്കി അവരുടെ ക്ലേശ നിവാരണത്തിനായിട്ടുള്ള മാർഗങ്ങൾ പറഞ്ഞു കൊടുത്ത ആ മാർഗത്തിലേക്ക് അവരെ ആകർഷിച്ച് അത് പരിശീലിക്കാൻ അവരെ പ്രോത്സാഹിപ്പിക്കുക എന്നാണ് ഈ ക്ലാസിന്റെ ഒക്കെ ഉദ്യമം. അത് ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. അത്തരം എല്ലാവർക്കും അങ്ങനെ ചെയ്യാം. കൃഷ്ണന് ബന്ധം പുതുക്കിയെടുക്കുകയാണ്. കൃഷ്ണനെ വളരെയധികം സ്നേഹിക്കുന്ന ഭഗവാൻ പറയുന്നു, അർജുനോട് കൃഷ്ണൻ പറയാണ്, ഇത്തരം യോഗികള് എന്നെ മറ്റുള്ളവർക്ക് പങ്കെടുത്ത് കൊടുക്കുന്ന, എന്റെ ജ്ഞാനം പങ്കിട്ട് കൊടുക്കുന്ന ആ യോഗികളാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തികൾ. പക്ഷേ ഭക്തിയോഗി നിസ്വാർത്ഥനായ കാരണം ഇത് ചെയ്യുന്നു. അഷ്ടാംഗ യോഗവും ഭക്തിയോഗവും തമ്മിൽ വ്യത്യാസം ഇവിടെ ഇതാണ്. ഈ അഷ്ടാംഗ യോഗി എന്ത് ചെയ്യും? അവർ സ്വന്തം പരിശീലനത്തിൽ ഏകാന്തമായ സ്ഥലത്ത് പോകുന്നു. ഈ യോഗ പോസ്റ്റ് 8 ഫോൾഡ് യോഗയാണ് അത് പ്രൊസീജിയറൊക്കെ ചെയ്ത് അവന്റെ പൂർണ്ണതയിലേക്കുള്ള ശ്രമമാണ് അവർ നടത്തുന്നത്. പക്ഷെ ഭക്തിയോഗി അതല്ല. അവർക്ക് കുറച്ചുകൂടി ഉയർന്ന നിലയിലുള്ള കാഴ്ചപ്പാടാണ്. അവർ മറ്റുള്ളവരെയും ഭഗവാനിലേക്ക് അടുപ്പിക്കുന്നു. 33 യോയാം യോഗസ്ഥയോ പ്രോക്ത കാമേന മധുസൂദന ഏതസ്യാഹം ന പശ്യാമി സ്ഥിതിം സ്ഥിരാം. അർജുനൻ പറഞ്ഞു, മധുസൂദന, അങ്ങ് പറഞ്ഞു തന്ന ഈ യോഗ പദ്ധതി അപ്രായോഗികമെന്നും ചഞ്ചല മനസ്സിനായി എനിക്ക് താങ്ങാവുന്നതല്ലെന്നും തോന്നുന്നു. ഇങ്ങനെയാണ് കൃഷ്ണൻ പറയണത്. ഇത് ചെയ്യാൻ പറ്റുന്നില്ല എന്നാണ് കൃഷ്ണൻ പറയുന്നത്. യോഗം എന്താണെന്ന് വെച്ചാല് ഈ പറഞ്ഞതൊന്നും നമുക്ക് ഒറ്റപ്പെട്ട സ്ഥലം തിരഞ്ഞെടുത്ത് പോവുക, അവിടെ പോയി ഇതൊക്കെ പ്രാക്ടീസ് ചെയ്യാൻ വളരെ കഷ്ടപ്പാടാണ്. അപ്പൊ നമുക്ക് ഒട്ടും പറ്റില്ല ഈ കലിയുഗത്തിൽ. പക്ഷേ ഭഗവത്ഗീത പറഞ്ഞു കൊടുത്തിട്ട് ആൾക്കാരെ അതൊന്നും പരിശീലിക്കുന്ന കണ്ടിട്ട്
മനസ്സിലാക്കിച്ച് അദ്ദേഹം ഡിവോട്ടിയുടെ രൂപത്തിലാണ് വന്ന് ചന്നാവേഷം എന്ന് പറയും. അങ്ങനെ വന്ന് നമുക്കൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഹരിനാമം ജപിക്കാനും ഈ പദമാരി പുസ്തകങ്ങൾ ഭഗവത്ഗീതയും ഭാഗവതമൊക്കെ വായിക്കാനും ഒക്കെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ അത് കാരണം നമുക്ക് കലിയുഗത്തില് ഈ അഷ്ടാംഗയോഗത്തിൽ പറഞ്ഞതൊന്നും നമുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അതൊന്നും കണ്ട് നമ്മൾ ഭയപ്പെടേണ്ട. ഇത് തന്നെയാണ് കൃഷ്ണാർജുനോടും പറയേണ്ടത്. അപ്പൊ ഇത് ചെയ്യാൻ നമുക്ക് നല്ല നിലയിൽ ജപിക്കണം. അപ്പൊ നല്ല നിലയിൽ എങ്ങനെ ജപിക്കണം? ഈ ക്വാളിറ്റി ചാൻഡിങ് അത് എങ്ങനെ വരും? അത് നമ്മൾ ഭാഗവതം വായിക്കണം, ഭഗവത്ഗീത വായിക്കണം. ഇതൊക്കെ വായിക്കുമ്പോൾ നമ്മുടെ കോൺഷ്യസ്നെസ് ഇറ്റ്സ് പ്യൂരിഫൈഡ്. അപ്പൊ ആ പ്യൂരിഫൈഡിലുള്ള ആവുമ്പോൾ പരിശുദ്ധമാകുമ്പോൾ നമ്മുടെ ജപവും നല്ലതിൽ വരും. അങ്ങനെ നല്ലത് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി ഏതായാലും നമ്മൾ ചെയ്യുന്നുണ്ട്, അത് നല്ല ഗുണത്തോടു കൂടി ചെയ്യാൻ നമ്മളെല്ലാവരും യത്നിക്കണം. നമ്മുടെ മനസ്സ്, അർജുനൻ പറയുന്നത് എനിക്ക് പറ്റില്ല ഈ യോഗം, അഷ്ടാംഗ യോഗ പറഞ്ഞത്. അപ്പോ കൃഷ്ണ നമുക്ക് അതിന് ഉദാഹരണമായിട്ട് ഇവിടെ പറയുന്നത്, എങ്ങനെ സൂചി കല്ലിൽ തുളയ്ക്കും, അതുപോലെ സൂചിയാണ് നമ്മുടെ ഇന്റലിജൻസ്. നമ്മുടെ ബുദ്ധി കൊണ്ട് നമുക്ക് കല്ലിനെ തുളയ്ക്കാൻ പറ്റില്ല. കല്ലാണ് ഈ നമ്മുടെ മനസ്സ് കല്ലാണ്. അപ്പൊ അതിനെ മനസ്സിനെ നിയന്ത്രിക്കാൻ ഈ സൂചിക്ക് ഇന്റലിജൻസ് ആയ സൂചിക്ക് പറ്റുന്നില്ല. അതുപോലെ കാറ്റിനെ നമുക്ക് തടയാൻ പറ്റില്ല മനസ്സ്. പിന്നെ എങ്ങനെ മനസ്സ് ഒരു കാറ്റിനോടാണ് ഉപമിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്കതിനെ നിയന്ത്രിക്കാൻ നമുക്ക് പറ്റില്ല. അതൊന്നും നമ്മുടെ കയ്യിൽ പറ്റിയതല്ല. അതൊക്കെ നാച്ചുറലായി നടക്കുന്നതാണ്. മനസ്സ് നിയന്ത്രിക്കാൻ നല്ല പാടാണ് എന്ന് പറഞ്ഞു. മനസ്സ് നിയന്ത്രിക്കാൻ അറിയണം. ഇവിടെ അതിന് സാധിക്കാം. ഭഗവാൻ ചൈതന്യ മഹാപ്രഭു പറഞ്ഞിരുന്നിട്ടുള്ള മഹാമന്ത്രം ജപിക്കുവാനാണ് പ്രധാനപ്പെട്ട പോയിന്റ്. മഹാമന്ത്രം ജപിക്കുമ്പോൾ മനസ്സിനെ നിയന്ത്രിക്കാൻ നമുക്ക് എളുപ്പം കഴിയുന്നു. അതല്ലാതെ മനസ്സിനെ നിയന്ത്രിക്കാൻ സാധ്യമല്ല. കൃഷ്ണനെ കുറിച്ച് ചിന്തിക്കുക, ഭാഗവതം വായിക്കുക, ഭഗവത്ഗീത മനസ്സിലാക്കുക, ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിനെ നിയന്ത്രിക്കാം. നിയന്ത്രിക്കാൻ ഇത് സഹായിക്കുന്നു. അക്ഷയം മഹാബോ മനോ ദുർനിഗ്രഹം ചലം അഭ്യാസേന തു കൗന്ദേയ വൈരാഗ്യേണ ച ഗുഹ്യതേ. ശ്രീ ഭഗവാൻ പറഞ്ഞു, മഹാബാഹുവായ കുന്തിപുത്ര, അസ്ഥിരമായ മനസ്സിനെ അടക്കുക എന്ന് തീർച്ചയായും ദുഷ്കരമാണ്. എന്നാൽ യുക്തമായ പരിശീലനം കൊണ്ടും നിസ്സംഗത കൊണ്ടും അത് സാധിക്കാവുന്നതാണ്. അപ്പോ ബുദ്ധി ഹരേ കൃഷ്ണ. കേക്കുന്നില്ല മാതാജി. Mataji has left the call actually. Think some internet issue is there. Let's just wait for a minute or two for Mataji to rejoin. Oh, I'm very sorry, something happened. No problem, Mataji. So I'll continue with what I've been saying. Yes, Mataji. Right. അപ്പോൾ ഇത് ബുദ്ധിമുട്ടുള്ള യോഗയാണ്. പക്ഷെ നമുക്കത് നിയന്ത്രിക്കാൻ പറ്റുന്നതാണ് അർജുനനോട് കൃഷ്ണൻ അനുകമ്പയോടുകൂടി പറഞ്ഞു കൊടുക്കുന്നത്. അതെങ്ങനെയാ പറഞ്ഞാൽ 2 കാര്യങ്ങൾ കൃഷ്ണൻ പറയുന്നുണ്ട് ഇവിടെ. അഭ്യാസം കൊണ്ടും വൈരാഗ്യം കൊണ്ടും നിയന്ത്രണമാവുന്നതാണ് മനസ്സ്. ഇതാണ് കൃഷ്ണൻ പറയുന്നത്. വിഷമിക്കേണ്ട, ഞാൻ സഹായിക്കാം. അഭ്യാസം എത്രമാത്രം കൃഷ്ണനെ കുറിച്ച് ശ്രവണം ചെയ്യുന്നുവോ അത്രയും മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയുന്നു. ഭഗവത്ഗീത വായിക്കുന്നതിന് നമുക്ക് ഭഗവത്ഗീത ശ്രവണം ചെയ്താൽ നമുക്ക് കൃഷ്ണപ്രേമം ലഭിക്കും. ഭഗവത്ഗീത ശ്രവണം ചെയ്യുമ്പോൾ നമുക്ക് തന്നെത്താൻ കാര്യങ്ങൾ മനസ്സിലാവുമ്പോൾ
കൃഷ്ണനോട് നമുക്ക് പ്രേമം, നമ്മുടെ യജമാനാണ്, നമ്മൾ ഇത്ര കാലം നെഗ്ലക്ട് ചെയ്തു ഇത്രയും ജന്മജന്മാന്തരങ്ങളായിട്ട്. ഈ ജന്മത്തിൽ അത് നമുക്കത് റിവൈവ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസരമാണെന്ന് പറഞ്ഞ് നമ്മൾ നന്ദിയോടുകൂടിയും നമുക്ക് റിഗ്രറ്റ്, പശ്ചാത്താപം, നമ്മൾ ഇതുവരെ ഇങ്ങനെ മൃഗങ്ങളെയൊക്കെ മാറി ജീവിച്ചു, വേദങ്ങളെ തിരിഞ്ഞു നോക്കിയില്ല, കാര്യങ്ങൾ മനസ്സിലാക്കിയില്ല, എത്രയും ഈ കഷ്ടപ്പാടിന്റെ ഒക്കെ ചെയ്തു, കാരണം എന്താണെന്ന് നമ്മൾ അന്വേഷിച്ചില്ല. അങ്ങനെയുള്ള ഒരു വിഷമത്തോടു കൂടി വേണം നമ്മൾ പരിശീലിക്കാൻ. അവിടെ നമ്മൾ വലിയ സന്യാസി ഭക്തന്മാരൊക്കെ ഉണ്ട്, അവരിൽ നിന്നും വലിയ നല്ലോണം ശുദ്ധ ഭക്തന്മാരായ സീനിയർ ഡിവോട്ടീസ് ഉണ്ട്. അവരിൽ നിന്നൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ, കൃഷ്ണകഥ കേൾക്കുമ്പോൾ സംഭവിക്കുന്നത് അവർ നമുക്ക് കൃഷ്ണനെ നൽകുന്നു. അതാണ്ടാവുന്നത്. അവർക്ക് ശ്രവണം ഇത് വളരെ മൂർച്ചയുള്ള ആയുധമാണ് ഈ ശ്രവണം. വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ഭക്തിമാർക്ക് നമ്മൾ കേന്ദ്രീകരിക്കുന്നത് കൃഷ്ണനെ ആസക്തി വളർത്തിയെടുക്കുന്നതിനാണ്. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ വൈരാഗ്യം അനുഭവപ്പെടുന്നു. ഭക്ഷണം കഴിക്കുമ്പോൾ വിശപ്പ് മാറുന്നു, ശരീരത്തിലെ പോഷകാംശങ്ങളും ലഭിക്കുന്നു. അതുപോലെ ഭക്തിയുടെ ഓരോ സ്റ്റെപ്പിലും നമുക്ക് ഒരുപാട് ദിവ്യമായ അനുഭൂതികൾ ആസ്വദിക്കുന്നു നമ്മൾ. അങ്ങനെ നമ്മൾ ഇപ്പോൾ ആസക്തി ഉള്ള പല കാര്യങ്ങളിൽ നിന്നും നമുക്ക് വിരക്തി അനുഭവിക്കുന്നു. കൃഷ്ണന് സംഭവിക്കുന്ന എന്താ, നമ്മൾ ജപിക്കുമ്പോൾ കൃഷ്ണനാണ് ഇത് നമ്മളെല്ലാം മാറ്റുന്നത്. കൃഷ്ണൻ ജപിക്കുമ്പോൾ കൃഷ്ണനാണ് നമ്മുടെ ഉള്ളിൽ കയറുന്നതും. കൃഷ്ണൻ ഈസ് സോ പ്യോർ. ആ പ്യൂറിന്റെ നമ്മൾ യോഗയിൽ ഹരിനാമം ചൊല്ലി ബന്ധപ്പെടുമ്പോൾ കൃഷ്ണൻ നമ്മളെ മാലിന്യങ്ങളൊക്കെ ഹൃദയത്തിൽ നിന്ന് നീക്കം ചെയ്യണം. അപ്പൊ നമുക്കുണ്ടാവുന്നത് എന്താ, ഇത് പറഞ്ഞ പോലെ പലതരത്തിലുള്ള ദിവ്യമായ അനുഭൂതികളാണ്. നമുക്കൊരു എന്തൊക്കെയോ കഷ്ടപ്പാടുകൾ നമ്മളെ വിട്ടുപോയ പോലെ നമുക്കൊരു അതീന്ദ്രിയ തൃപ്തി അനുഭവന്നു. മനസ്സിനുള്ള നല്ല മരുന്നാണ് കൃഷ്ണകഥ. ഭഗവാന്റെ പ്രസാദവും ഭഗവാന് ശുചിയോടുകൂടി അതിനുള്ള കണ്ടീഷൻസ് ഒക്കെ മനസ്സിലാക്കി അതുപോലെ നേദിച്ച് പ്രസാദം കഴിക്കും. നമുക്ക് ഇന്ദ്രിയങ്ങളെ തൃപ്തിപ്പെടുത്തുമ്പോൾ നമുക്ക് വിധേയരാകുന്നവര്. 36 അസംയാത്മന യോഗോ ദുഷ്പ്രാപ ഇതിമേ മതിഹ പശ്ചാത്മാനതു യതഥാ ശക്യോ വ്യാപ്തുമുപായതഃ. 36ാമത്തെ ശ്ലോകം. ഈ ലോകത്തിൽ നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കേണ്ട ആത്മസാക്ഷാത്കാരം ലഭിക്കുന്നില്ല. അല്ലെങ്കിൽ നമ്മളുടെ മനസ്സിനെ നിയന്ത്രിച്ചില്ലെങ്കിൽ നമുക്കെന്താ രീതിയിൽ മനസ്സിനെ നിയന്ത്രിക്കാൻ യോഗം പ്രാപിക്കാം. ശരിയായ ചികിത്സ സ്വീകരിക്കണം. ഭൗതിക പ്രവർത്തനങ്ങളിൽ നിന്ന് വിരമിക്കണം. അഷ്ടാംഗ യോഗം, കർമ്മയോഗം, ഭക്തിയോഗം പോലെ എന്ന യോഗയാണെങ്കിലും എല്ലാ യോഗത്തിലും മനസ്സിനെ നിയന്ത്രിക്കുന്നത് തന്നെ അത്യാവശ്യമാണെന്ന് നമ്മളെ മനസ്സിലാക്കി തരുന്നത്. അതിൽ നമുക്ക് ചെയ്യാൻ എന്താണ് ഈ കൃഷ്ണൻ പറഞ്ഞ അഭ്യാസ യോഗം കുറച്ചുകൂടി പോവാം. അഭ്യാസം പറഞ്ഞാൽ അത് നമുക്ക് പരിശീലിക്കുന്ന കാര്യം ഞാനത് പറയണേ. അഭ്യാസം എന്ന് പറഞ്ഞാൽ 2 തരത്തിലാണ്. രണ്ടും നമ്മൾ നന്നായിട്ട് പരിശീലിക്കാം. ചെയ്യാൻ പാടുള്ളവ, ചെയ്യാൻ പാടില്ലാത്തത്. അപ്പൊ ചെയ്യാൻ പാടുള്ളത് എന്താ നമുക്ക് നോക്കുക. നമുക്ക് നാമജപം, പദം, ഭക്തരെ സേവിക്കുക, ഭഗവാനെ പൂജിക്കുക, ഭജിക്കുക, ഇതൊക്കെ ചെയ്യാവുന്നത്. അത് നമ്മൾ പുഷ്ടിപ്പെടുത്തണം. നമ്മൾ ചെയ്യാൻ പാടില്ലാത്തതൊക്കെ ഉണ്ട്. ചില 4 കണ്ടീഷൻസ് ഉണ്ട്. മദ്യപാനം അരുത്, മാംസഭക്ഷണങ്ങൾ ഒഴിവാക്കുക. ഇത് നമ്മളെ കൃഷ്ണൻ പറഞ്ഞ മാതിരി അഭ്യാസവും വിരക്തി വരുന്നത്, വൈരാഗ്യം, ഇത് 4ഉം വൈരാഗ്യമാണ്. ഇത് ചെയ്യാൻ പാടാത്തതാണ് നമുക്ക് വൈരാഗ്യം വരുത്തുന്നത്. നമുക്ക് ഗാംബ്ലിംഗ് പാടില്ല. നമുക്ക് ടെൻഷൻ തരുന്ന ഒരു പണപ്പാടുകളും നമ്മൾ ചെയ്യരുത്. പിന്നെ അവിഹിതമായ ഒരു ലൈംഗിക ബന്ധത്തിലും പോകരുത്. ഇത് 4ഉം നമ്മൾ പരിശീലിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിനെ നിയന്ത്രിക്കാൻ സാധിക്കും. അപ്പോൾ ഇത് അറിഞ്ഞുകൊണ്ട് നമുക്കൊരു രഹസ്യം കിട്ടി ഭഗവത്ഗീതയിൽ നിന്ന് മനസ്സിലാക്കുന്നത്, നമുക്ക് ഇത് ചെയ്താൽ നമുക്ക് വിജയിക്കാം. ഇതൊക്കെ ശീലപ്രഭുപാദരുടെ കൃപ കൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നു. ശീലപ്രഭുപാദ ടീച്ചർ. 37ാമത്തെ ശ്ലോകം. ഐതി ശ്രദ്ധയോ ഭേദോ യോഗാചലിത മാനസ അപ്രാപ്യ യോഗ സംസിദ്ധിയും കാം ഗതി കൃഷ്ണ ഗച്ഛതി. അർജുനൻ പറഞ്ഞു, അല്ലയോ കൃഷ്ണ, വിജയം പ്രാപിക്കാത്ത അതീന്ദ്രജ്ഞാനിയുടെ ഗതി എന്ത്? ആരംഭത്തിൽ വിശ്വാസപൂർവ്വം ആത്മസാക്ഷാത്കാരത്തിലുള്ള പദ്ധതി കൈക്കൊള്ളുകയും പിന്നീട് ലൗകിക വാസനകൾ വഴിതെറ്റിക്കപ്പെട്ട യോഗത്തിൽ പരിപൂർണതയിൽ എത്താത്ത പിന്മാറുകയും ചെയ്യുന്ന യോഗിക്ക് എന്ത് സംഭവിക്കുന്നാണ് ചോദിക്കണത്. അതായത് അർജുനനിപ്പോ ഒരു സംശയം ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അതിന് മറുപടി കൊടുത്തപ്പോ ഇപ്പോ അർജുനനെ അറിയേണ്ടത് ഒരു പ്രധാനപ്പെട്ട സംശയം. യോഗം പരിശീലിക്കാൻ തുടങ്ങിയ ഒരാൾക്ക് നിർഭാഗ്യവശാൽ അവന് വിട്ടുപോകേണ്ടി വരുമ്പോൾ പല കാരണങ്ങളാലും അവൻ എന്താണ് സംഭവിക്കുക?
അവനെ ചെയ്തതെല്ലാം വൃഥാവിലാവോ. സാക്ഷാത്കാരത്തിന്റെ പ്രധാന തത്വം ഞാൻ ശരീരമല്ല, ഞാൻ ആത്മാവാണ് എന്നാണ്. ഇതാണ് അറിയേണ്ടത്. അപ്പൊ സാക്ഷാത്കാരം 3 രീതിയിലാണ്. ഒന്ന് നേടുന്നത് യോഗ സമ്പ്രദായങ്ങള് നമുക്ക് ജ്ഞാനയോഗയുണ്ട്, കർമ്മയോഗ, ജ്ഞാനയോഗ, ഈ അഷ്ടാംഗ യോഗ, പിന്നെയാണ് ഭക്തിയോഗ. അപ്പോ ഇതൊക്കെയിലും നമുക്ക് ഭഗവാനോടും കൂടി ബന്ധപ്പെടുന്ന പ്രക്രിയകളാണ്. നമ്മുടെ ഭക്തി ശരിക്കും നമ്മൾ ദാസനാണ്, ഭഗവാൻ യജമാൻ. ഭഗവാനുമുള്ള ബന്ധം മാസ്റ്റർ ആൻഡ് സെർവൻറ്റ്, യജമാനും ദാസനും. അത് ആ ഒരു നിലയായിരിക്കണം നമുക്ക്. അങ്ങനെ ഈ നഷ്ടപ്പെട്ട ഭഗവാനുള്ള ബന്ധം പുനഃസ്ഥാപിക്കാം. നമ്മള് ഈ ഭഗവാനായിട്ടുള്ള നമ്മുടെ യജമാനെ നമുക്ക് കണ്ടെത്തിയിരിക്കുന്നു നമ്മളിപ്പോ. അപ്പൊ അതുകൊണ്ട് നമ്മുടെ യജമാനെ സേവിക്കാൻ നമുക്ക് ഒരു യജമാനെ, നമ്മുടെ സ്നേഹിച്ച യജമാനത്തിൽ കൂടുതൽ ഈ 3 യോഗകളും ക്രമേണ ഭഗവാന്റെ അടുത്തേക്ക് എത്തിക്കുന്നതാണ്. ഇവിടെ പറയുന്നത് ആത്മീയമായി നമ്മൾ എന്ത് ചെയ്താലും കൃഷ്ണൻ പറയണ്ടല്ലോ, നമുക്ക് ഒന്നിനും നഷ്ടമില്ല, ഒരു നഷ്ടം സംഭവിക്കുന്നില്ല. എന്താ കാരണം പറയണത്? 3 മാർഗങ്ങളും ഭക്തിയോഗയാണ് ഉത്തമ മാർഗം. മറ്റു മാർഗങ്ങൾ ഒരുപാട് മുൻ പ്രീ റിക്വസൈറ്റ്സ് ഉണ്ട്, കരുതൽ ആവശ്യമുണ്ട്. ഹൃദയം ശുദ്ധാക്കാൻ വേണ്ടി അവർ ചെയ്യുന്ന യോഗ പരിശീലനം നമുക്ക് കഴിവുത്ത് പറ്റാത്തതാണ്. പക്ഷെ ഭക്തിയോഗി അങ്ങനെ ഈ മുൻകരുതലൊന്നും അവർക്ക് വേണ്ട. എപ്പോ വേണമെങ്കിലും തുടരാം, നാമജപം കൊണ്ട് എപ്പോ വേണമെങ്കിലും തുടങ്ങാം, എവിടെ വേണമെങ്കിലും അവർക്ക് നാമം ജപിക്കാം. അഷ്ടാംഗ യോഗിക്ക് ഭക്തരെ പോലെ അവരിൽ വല്ലവരും ആകർഷപ്പെട്ടു പോയാൽ അവരെ അതിന് പിന്തിരിപ്പിച്ച് രക്ഷിക്കാൻ ഒരു ഭക്തൻ വളരെ കൃപാലുവാണ്. അവൻ അങ്ങനെ ബുദ്ധിമുട്ടുന്ന ഒരു ഭക്തനെ, വീഴാൻ പ്രവണതയുള്ള ഭക്തനെ പിന്തിരിപ്പിക്കുന്നു. അതിൽ നിന്നും ഭക്തരുടെ രക്ഷിച്ച് വീണ്ടും യോഗത്തിൽ തന്നെ തിരിച്ചു കൊണ്ടുവരുന്നു. അതുകൊണ്ട് ഭക്തരുടെ സമ്പർക്കം എടുക്കണം, അവരുടെ കൂടെ നമ്മൾ എപ്പോഴും ബന്ധപ്പെട്ടിരിക്കണം. 38 ശ്ലോകം. ചിഹ്നാഭ്രമിവ തന്നശ്യതി അപ്രതിഷ്ഠോ ഭാവോ അതീന്ദ്രതയുടെ മാർഗത്തിൽ നിന്ന് ഭ്രഷ്ടനായിത്തീരുന്ന ഒരാൾ ഭൗതികമായോ ആധ്യാത്മികമായോ ഉത്കർഷം നേടാനാവാതെയും ഒരിടത്തും സ്ഥാനമില്ലാതെയും ഛിന്ന ഭിന്നമായി പോയ മേഘത്തെ പോലെ നശിക്കുമോ? അതേ സംശയം കുറച്ചുകൂടി വേറൊരു തരത്തിൽ കൃഷ്ണൻ ചോദിക്കുകയാണ്, അർജുനൻ കൃഷ്ണനോട് ചോദിക്കുകയാണ്. അപ്പോ അവര് ഭൗതിക കൃഷ്ണൻ അഷ്ടാംഗ യോഗ പറഞ്ഞു തന്നു, അതിന്റെ ബുദ്ധിമുട്ടുകൾ നമ്മളെ മനസ്സിലാക്കി തന്നു, എങ്ങനെ അതിനെ നേരിടണമെന്നൊക്കെ. അർജുനൻ ഇപ്പോൾ അറിയേണ്ടത് ഈ ആത്മാർത്ഥതയോടെ പരിശീലിച്ച യോഗി നിർഭാഗ്യവശാൽ പല ലൗകിക ഇതിലും പെട്ട് അവരെ വിട്ടുപോയ അവരുടെ ഗതി എന്താണ്? അവർക്ക് ഭൗതികമായിട്ടും ഒന്നും നേടാൻ പറ്റില്ല, ആത്മീയമായിട്ടും ഒന്നും നേടാതെ അവർക്ക് അതോ ഗതിയാണോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോ ഭൗതിക കാഴ്ചപ്പാട് എന്താണ്? നമ്മള് ചില പ്രവൃത്തികൾ നമ്മൾ ചെയ്യണ പുണ്യം, ഇത് ചെയ്താൽ എനിക്കത് കിട്ടും, അങ്ങനെ പോകുന്ന കൂട്ടരുണ്ട്. അതും കുഴപ്പമില്ല. ആത്മീയമായ കാഴ്ചപ്പാട് എന്താണ്? നമ്മളെ ഈ യജമാനും ദാസനുമാണ്, ഭഗവാന്റെ യജമാനും നമ്മൾ മുന്നോട്ട് പോവുകയാണ്. അപ്പോ ഈ വിട്ടുപോകുന്ന യോഗയ്ക്ക് ഇത് രണ്ടും നഷ്ടപ്പെട്ടാൽ ആത്മീയ മാർഗം നമ്മളെ അറിയുക, ഭഗവാനെ അറിയുക എന്നുള്ളതാണ്. നമ്മൾ ദാസനും ഭഗവാൻ ഭക്തനും, ഇതാണ് മുഖ്യമായിട്ട് അറിയാനുള്ളത്. ഭഗവാനെ 3 തരത്തിൽ അറിയാം നമ്മൾക്ക്: ബ്രഹ്മൻ സാക്ഷാത്കാരം, പരമാത്മാ സാക്ഷാത്കാരം, ഭഗവാൻ സാക്ഷാത്കാരം. ഭഗവാന്റെ ഈ ബ്രഹ്മൻ സാക്ഷാത്കാരം എന്ന് പറഞ്ഞാൽ ഭഗവാൻ ജ്ഞാനയോഗികൾക്കൊക്കെയാണ് അത്. അവര് ഭഗവാന്റെ ശരീരത്തിൽ നിന്ന് വന്ന മനോഹരമായ വെളിച്ചം, ആ വെളിച്ചത്തിനെയാണ് അവര് സാക്ഷാത്കരിക്കുന്നത്. അതുകൊണ്ട് അവർക്ക് ഭഗവാൻ സാക്ഷാത്കാരം കിട്ടിയിട്ടില്ല. ഈ പരമാത്മാ സാക്ഷാത്കാരത്തിൽ അഷ്ടാംഗ യോഗികളൊക്കെ ചെയ്യുന്നത്, അഷ്ടാംഗ യോഗിക്ക് അതുവരെ വരാൻ പറ്റും. അവർ ഹൃദയത്തിൽ നമ്മുടെ വിഷ്ണുക്കുന്ന വിഷ്ണു രൂപം പരമാത്മാവിനെയാണ് അവർ ഭജിച്ച് അത് സാക്ഷാത്കരിക്കാൻ നോക്കുന്നത്. ഭഗവാനാണെങ്കിൽ ഭഗവാൻ സാക്ഷാത്കാരം ഭഗവാന്റെ പൂർണ്ണമായി ഭഗവാനെ മനസ്സിലാക്കി ഭഗവാന്റെ എല്ലാ പ്രവൃത്തികളും ഭഗവാനെ കുറിച്ചുള്ള എല്ലാ ജ്ഞാനങ്ങളും അറിയുന്നതാണ് ഒരു ഭക്തിയോഗി ചെയ്യുന്നത്. ഭഗവാൻ സ്വയം ഭഗവാൻ, ആ ഭഗവാൻ സാക്ഷാത്കാരമാണ് ഉയർന്നത്. ഈ സാക്ഷാത്കാരാണ് മറ്റ് ബ്രഹ്മൻ പരമാത്മ അവൻ
അവന് മുക്തിപാദം കിട്ടി. അവൻ ശരിയായ വഴി നേരിട്ട് ഭഗവാനെ ശരണം പ്രാപിക്കും. അവസാനം ശരണം, ശ്രവണം, കീർത്തനം വഴിയാണ് ഇത് സാധിക്കുന്നത്. മറ്റേ രണ്ട് നീണ്ട മാർഗമാണ്. അപ്പോൾ നേരിട്ട് ഭക്തിയോഗം ശീലിക്കുന്നതാണ് ഏറ്റവും എളുപ്പമായ മാർഗം. ശ്ലോകം 30. അങ്ങ് തന്നെ ഇത് പൂർണ്ണമായും തീർത്തു തരണം. അങ്ങനെയല്ലാതെ ഈ സംശയം അകറ്റാൻ കഴിവുള്ളതായിട്ട് ആരെയും ഞാൻ കാണുന്നില്ല. അപ്പോ ഈ സംശയങ്ങളെ ചോദിച്ച അർജുനൻ പറയുന്നു, അർജുനൻ കൃഷ്ണനോട് നിർബന്ധിക്കുകയാണ് ഇവിടെ, എനിക്കിത് പറഞ്ഞു തരണം. അപ്പോ ഭൂതം, വർത്തമാനം, ഭാവി മറ്റേ എല്ലാവരും ഒരു വ്യക്തികളാണ്. മരിച്ചാലും നമ്മൾ വ്യക്തികളായിട്ട് തന്നെ തുടരുന്നു. അതുകൊണ്ട് നമ്മൾ പിന്നെയും ജനിക്കുന്നു. ഇത് കൃഷ്ണൻ ഊന്നി പറയുന്നുണ്ട്. ആർക്കും മരിച്ചാലും അവർ ഇനി എല്ലാം അറിയുന്ന കൃഷ്ണൻ പരാജയം സംഭവിച്ച യോഗിയുടെ ഭാവി പറയുന്നതാണ് അടുത്ത ശ്ലോകത്തിൽ. ശ്ലോകം 40. ശ്രീ ഭഗവാൻ ഉവാച പാർത്ഥാനൈവ നാമുത്ര വിനാശാസ്തസ്യ വിദ്യതേ നഹി കല്യാണകൃത് കശ്ചി ദുർഗതിം താത ഗച്ഛതി. ശ്രീ ഭഗവാൻ പറഞ്ഞു, ഹേ പാർത്ഥ, മംഗളകരങ്ങളായ കർമ്മങ്ങൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആധ്യാത്മിക ജ്ഞാനിക്ക് ഈ ലോകത്തിലാകട്ടെ ആത്മീയ ലോകത്തിലാകട്ടെ നാശമില്ല. സുഹൃത്തെ, നന്മ ചെയ്യുന്നവന് ഒരിക്കലും ദുർഗതി സംഭവിക്കാൻ വയ്യ. കൃഷ്ണന്റെ വാക്കുകളാണ്. അപ്പൊ കൃഷ്ണൻ പറഞ്ഞു വരുന്നത്, മംഗളകരമായ കാര്യങ്ങൾ ഏർപ്പെടുന്നവന് ഒരിക്കലും ഒരു നാശവും സംഭവിക്കുന്നില്ല. കൃഷ്ണൻ ഉറപ്പു തരുന്നതാണ്, നമ്മളത് മനസ്സിലാക്കണം. ഏത് സാഹചര്യത്തിലും അത്ര ഈ യോഗ പരിശീലനം നിർത്തി അവിടത്ത് നിന്ന് തുടർന്നു കൊണ്ടുപോകും. അങ്ങനെ യോഗ തുടർന്നു പോകാനാണ് അവന് സാഹചര്യം സൃഷ്ടിക്കുക കൃഷ്ണൻ. ഇവിടെ ഭഗവാൻ ഒരു യോഗവും പരിശീലനയ്ക്കും, യോഗത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ മനസ്സിലാവേണ്ടത്, ചിലവർ ഒരു പരിശീലനവും ചെയ്യുന്നില്ല. സുഖമായി ജീവിച്ച അവർ ഒന്നും പരിശീലിക്കുന്നില്ല. അവർക്ക് എന്ത് സുഖിച്ചുകൊണ്ട് ജീവിക്കുന്നവർ, അവർക്ക് എന്ത് സംഭവിക്കുന്നു? അവർക്ക് പിന്നെയും പുനർജന്മം. ഈ ക്ലേശങ്ങളും ദുഃഖങ്ങളും ഉള്ള ഭൗതിക ലോകത്തിൽ അവര് വീണ്ടും ജനിക്കേണ്ടി വരുന്നു. ഈ ചക്ര അവർ ജന്മ മൃത്യു ജരാവ്യാധിയിലൂടെ ഒക്കെ പോയി അവര് ഇതായിരിക്കണം. നമ്മൾ അങ്ങനെയാണ് ഈ കൃഷ്ണബോധം കിട്ടുന്നവരെ. അപ്പോ യോഗ പരിശീലനം തുടരുമെന്നാണ് കൃഷ്ണൻ ഇവിടെ പറയുന്നത്. അപ്പൊ എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഭഗവാന്റെ ലക്ഷ്യമിട്ട് നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും മംഗളകരമാണ്. മറിച്ച് ഭഗവാനിൽ നിന്ന് മാറി നിന്ന് ഭഗവാനെ അകറ്റിയിട്ട് നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും നമുക്ക് അമംഗളകരമാണ്. അപ്പൊ ഏതാ ഓസ്പിഷ്യസ്, ഇൻഓസ്പിഷ്യസ്. ഓസ്പിഷ്യസ് വർക്ക് എന്ന് പറയുന്നത് ഭഗവാനെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഉള്ള പ്രവൃത്തികളെല്ലാം മംഗളകരം. ഭഗവാനെ ഇൻക്ലൂഡ് ചെയ്യാത്ത പ്രവൃത്തികളൊക്കെ, ഉൾക്കൊള്ളാത്ത പ്രവൃത്തികൾ നമ്മൾ പലരും ചെയ്തത് ഭഗവാന്റെ ഒന്നും ഇല്ലേ, ഭഗവാന് വേണ്ടി ഒന്നും അതിലില്ല. ആ പ്രവൃത്തി അമംഗളകരമാണ്. ഇനി നമുക്ക് 41-ാമത്തെ ശ്ലോകത്തിലേക്ക് പോവാം. പ്രാപ്യ പുണ്യകൃതാം ലോക പ്രാപ്യ പുണ്യകൃതാം ലോക അനുഷിത്വാ ശാശ്വതി സമഹ ശുചിനാം ക്ഷേമതാം ഗേഹ യോഗ അഭൃഷ്ട വിജായതേ. അങ്ങനെ യോഗത്തിൽ പരാജിതനാകുന്ന ആൾ പുണ്യം ചെയ്തവർക്കായുള്ള ഉപരിലോകങ്ങളിൽ ആനന്ദം അനുഭവിച്ചുകൊണ്ട് അസംഖ്യം സംവത്സരങ്ങൾ വാണതിനു ശേഷം നീതിനിഷ്ഠയുള്ള പുണ്യാത്മാക്കളുടെയോ ധനികരുടെയോ കുടുംബങ്ങളിൽ വീണ്ടും പിറക്കുന്നു. അപ്പൊ ഇതാണ് സംഭവിക്കുന്നത്. ഇവിടെ കൃഷ്ണൻ യോഗഭ്രഷ്ടരെ പരാജയം സംഭവിച്ചവരെ കുറിച്ച് പറയുന്നത്, അവർക്ക് നഷ്ടം ഒന്നുമേ ഇല്ല. രണ്ടു തരം ആൾക്കാരാണ്. കുറച്ചു കാലം മാത്രം പ്രാക്ടീസ് ചെയ്ത് പോയവര്, ചില ദീർഘകാലം യോഗ പരിശീലനം നടത്തി വിട്ടുപോകുന്നവര്. അപ്പൊ ഇവർക്ക് രണ്ടുപേർക്കും ഗുണമേ ഉള്ളൂ. ആദ്യം ഈ കുറച്ച് പീരീഡിന് മാത്രം ശീലിച്ചു പോകുന്നവർക്ക് അവർക്ക് ഭൗതിക താല്പര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് സാധിക്കപ്പെടുത്താൻ വേണ്ടി ഭഗവാൻ എന്താ ചെയ്യുന്നത്? അവർക്ക് സ്വർഗലോകത്തിൽ പോയി അത് അനുഭവിക്കാനുള്ള യോഗം സൃഷ്ടിക്കുന്നു. അതെല്ലാം കഴിഞ്ഞ് അവർ മടുത്ത് ഇഷ്ടംപോലെ ഭൗതിക ലോകത്തിൽ കഴിയുമ്പോൾ അവർക്ക് ഒരു മടുപ്പ് വരും. അപ്പൊ അവർ തിരിച്ച് മർത്യലോകത്തിലേക്ക് വന്ന് വീണ്ടും യോഗ പരിശീലനിക്കാനുള്ള അവസരം ലഭിക്കുന്നു. അതിനായി കൃഷ്ണൻ അവർക്ക് ചെയ്യുന്ന അറേഞ്ച്മെന്റ് ആണ് ധർമ്മിഷ്ഠായ ഒരു ബ്രാഹ്മണന്റെ കുടുംബത്തിൽ ജനിക്കാനും അല്ലെങ്കിൽ ഒരു ധനിക കുടുംബത്തിൽ ജനിക്കുന്നു. അങ്ങനെ പൈസ ഉണ്ടാക്കുന്നതിനെ കുറിച്ചൊന്നും വിഷമിക്കാതെ സമാധാനമായി യോഗ
യോഗ പ്രാക്ടീസ് ചെയ്യാൻ അവന് പറ്റുന്നു. ഇനി കുറെ നീണ്ട സമയം ദീർഘകാലം പരിശീലിച്ചവർ അവർ വളരെയധികം ഉയർന്ന ബ്രാഹ്മണ കുടുംബത്തിലേക്ക് വളരെ അഡ്വാൻസ്ഡ് ആയ ഡ്യൂട്ടീസ് ആണ് അവര്. തലമുറകളായിട്ട് അവര് ബ്രാഹ്മണർ. അവർ ഭക്തിയുടെ സേവനത്തിൽ വളരെ മുന്നോട്ട് പോയവരാണ്. അവരുടെ സമ്പർക്കത്തിൽ ഇവർ ഉഷാറോടെ വീണ്ടും യോഗ വിട്ടുപോയതിന് എവിടെ നിന്ന് വിട്ടു അവൻ തുടർന്ന് പരിശീലിക്കുന്നു. നമ്മുടെ ഇസ്കോൺ സ്ഥാപക ആചാര്യം ശീല പ്രഭുപാദരും അത്തരം കുടുംബത്തിൽ ജനിച്ച ആചാര്യനാണ്. പ്രഭുപാദർ സ്വന്തം അച്ഛൻ രാധാകൃഷ്ണ വിഗ്രഹങ്ങളെ ദിവസേനം പൂജിക്കുന്നത് കണ്ട് വളർന്ന കുട്ടിയാണ്. അതുപോലെ പ്രഭുപാദനും കൊച്ചിലെ രാധാകൃഷ്ണ ടീച്ചേഴ്സിനെ പൂജിക്കാൻ തുടങ്ങി. അപ്പൊ ഇവര് നമ്മളെ മുതിർന്നവർ എന്ത് ചെയ്തോ അതാണ് നമ്മൾ കുട്ടികളും ചെയ്യുക. അപ്പൊ അതൊരു അങ്ങനത്തെ കുടുംബങ്ങളിൽ ജനിച്ചാൽ അവർക്ക് പ്രാക്ടീസ് ചെയ്യാൻ എളുപ്പമാവും. അപ്പൊ അങ്ങനത്തെയാണ് സാഹചര്യമാണ് കൃഷ്ണ കൊടുക്കുന്നത്. നമുക്ക് നോക്കാം നമ്മൾക്ക് എങ്ങനെ. ഇപ്പൊ നമ്മള് വീഴും, യോഗങ്ങൾ ചെയ്യുന്ന കുട്ടികൾ വീഴാൻ ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞല്ലോ. അവർക്ക് എന്ത് സംഭവം, നമ്മൾക്കിതില് എങ്ങനെ വീഴാതെ നോക്കാം. നമുക്ക് നാമജപം നന്നായി ചെയ്യുക, ശ്രവണം ശ്രദ്ധയോടെ ചെയ്യുക. ഭക്തന്മാരുടെ വാക്കുകൾ കേൾക്കുമ്പോൾ അവർ നമുക്ക് കൃഷ്ണനെ തരുന്നു. സന്യാസി ഭക്തന്മാർ നമുക്ക് കൃഷ്ണനെ നമുക്ക് തരുന്നുണ്ട്. അവരുടെ സമ്പർക്കം കൊണ്ട് നമ്മൾക്ക് സർചാർജ് ആവുന്നു. അപ്പൊ നമ്മൾ എപ്പോഴും ശ്രവണം ചെയ്യുക, സർചാർജ് ചെയ്തിരിക്കണം. അപ്പൊ വീഴാനുള്ള അവസരം എവിടെ അവർക്ക്? എപ്പോഴും നമ്മള് ബാറ്ററി ലോ ആവുമ്പോൾ നമ്മൾ ചാർജ് ചെയ്യുമല്ലോ, അതുപോലെ നമ്മള് ഈ ഭക്തിയെ സർചാർജ് ചെയ്യണം. ശ്രവണം, ഭഗവത്ഗീത. അപ്പൊ ഭഗവത്ഗീത ഇന്ന് തന്നെ എല്ലാവരും വാങ്ങിക്കണം. ഭാഗവതം ഉണ്ട്, വേറെ പ്രഭുപാദത്തിലെ പുസ്തകങ്ങളുണ്ട്. ഇവിടെ നല്ല ഭക്തന്മാർ ചോദിച്ചാൽ അവർ പറഞ്ഞു തരും. എല്ലാവരും നല്ല പുസ്തകമാണ്. നമുക്ക് പറ്റാവുന്നത്ര വാങ്ങി ഭഗവത്ഗീത പ്രധാനമായിട്ട് വാങ്ങി. ഇതൊരു നിക്ഷേപമാണ്. നമ്മൾക്ക് എന്തൊരു നിക്ഷേപം? ഭഗവാന്റെ അടുത്ത് പോവാൻ, ഇവിടെ വീണ്ടും വന്ന് ദുഃഖിക്കാതിരിക്കാൻ. അങ്ങനെ അപ്പൊ അതാണ് ഇപ്പൊ നമ്മള് 42ാമത്തെ ശ്ലോകം. അഥവാ യോഗിനാമേവ കുലേ ഭവതി ധീമതാം ഏതതീഭൂ ദുർലഭതരം ലോകേ ജന്മ യദീദൃശം. അല്ലെങ്കിൽ ഏറെക്കോലം യോഗം ചെയ്തിട്ടും ഇതിൽ വിജയിക്കാതിരുന്നാൽ അഭിജ്ഞരായ അതീന്ദ്രിയ യോഗികളുടെ കുലത്തിൽ പിറന്നു എന്ന് വരാം. തീർച്ചയായും ലോകത്തിൽ അത്തരത്തിലുള്ള ജന്മം ദുർലഭമാണ്. അതാണ് ഇപ്പൊ ഞാൻ പറഞ്ഞു തന്നത്. ഇങ്ങനെ ദീർഘകാലം യോഗ പരിശീലനം ചെയ്തവർ ഉയർന്ന ജോലം ലഭിക്കുന്നു. ഇതെല്ലാം സൂചിക്കുന്നത് നമുക്ക് കഴിഞ്ഞാൽ അവരുടെയൊക്കെ എല്ലാ അനുഗ്രഹം അങ്ങനെയൊക്കെ അവര് കാണുന്നതേ അവരുടെ പാരൻസും ബന്ധുക്കളൊക്കെ ജയിക്കുന്നതാണ്. അപ്പോ അവരുടെ ഭക്തി പരിശീലനം അതിൽ ആകർഷണമാകുന്നു. അവൻ വേഗത്തിൽ ജപിക്കാനും കേൾക്കുവാനും തുടങ്ങുന്നു. ഈ സൗകര്യമാണ് പരാജയപ്പെട്ട യോഗികൾക്ക് ഒരുക്കുന്നത്. ഇതാണ് കൃഷ്ണന്റെ കരുതൽ. നമുക്ക് ഇതേ കരുതൽ നമ്മുടെ കുടുംബത്തിലേക്കുന്ന കുട്ടികൾക്കും കൊടുക്കാൻ കഴിയണം. നമ്മളിപ്പോ കുറെ ഭക്തന്മാരുണ്ട്, അങ്ങനെ അടുത്ത തലമുറയ്ക്ക് നല്ല ഒരു ഭക്തന്മാരാക്കി വിടണവരെ. ഇതിന് യോഗ പരിശീലനത്തിൽ ശീലിച്ച് ഭഗവത് സന്നിധിയിലേക്ക് അവരെ തിരിച്ചു കൊണ്ടുപോകാനുള്ള സൗകര്യങ്ങൾ നമ്മളും നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കണം. കുട്ടികളെല്ലാം ഭഗവത്ഗീത വാങ്ങി നമ്മൾ വായിക്കുമ്പോൾ അവരും അതെന്താന്ന് നോക്കി താല്പര്യം വരും. അത് മംഗളകരമാണ്, ശ്രേഷ്ഠമാണെന്ന് പറഞ്ഞാൽ അവരും വായിക്കും. അപ്പൊ അതായിരിക്കണം നമ്മളുടെ മനസ്സിൽ ഉണ്ടാവേണ്ടത്. പിന്നെ 43 അത്രം ബുദ്ധി യോഗം ലഭത്തെ പൗർവ ദേഹികം യത്തേച്ഛ തതോഭ്യായ സംസിദ്ധ കുരുനന്ദന. യോഗിക്ക് മുൻ ജന്മത്തിലെ ദിവ്യാവബോധം തിരിച്ചു കിട്ടുന്നു. ആധ്യാത്മികമായി പൂർണ്ണ വിജയം നേടാൻ വേണ്ടി അയാൾ പ്രയത്നം തുടരുന്നു. 43 ഇത്തരം ഉയർന്ന കുടുംബങ്ങളിൽ ജനിച്ച യോഗി നന്നായി പരിശ്രമിച്ച് യോഗ പൂർണ്ണ വരുത്താൻ ശ്രമിക്കുന്നു, കിണഞ്ഞു ശ്രമിക്കുന്നു. ഉദാഹരണം നമുക്ക് ഒരു ഭരത് മഹാരാജിന്റെ കഥ. അദ്ദേഹം ഋഷഭദേവന്റെ മകനാണ്, രാജകുടുംബമാണ്. പക്ഷെ അച്ഛൻ പറഞ്ഞു കൊടുത്തു, നായ്ക്കളെയും മൃഗങ്ങളെയും വരും നിങ്ങൾ 100 മക്കളാണ്. അതിൽ ഒരാളാണ് ഈ ഭരത് മഹാരാജ്, മൂത്ത ആള്. പറയും, നിങ്ങൾ ഈ നായ്ക്കളെമാര് ജീവിക്കരുത്, തിന്നുക, ഉറങ്ങുക, എന്താ പറയുക, ലൈംഗികത്തിൽ ഏർപ്പെടുക, ഡിഫെൻഡ് ചെയ്യുക, അതൊന്നും നിങ്ങൾ ചെയ്യരുത്. മക്കളെ, നിങ്ങൾ ആത്മീയമായി ആത്മസാക്ഷാത്കാരത്തിൽ ശ്രമിക്കുക. അതിലെ നമുക്ക് ഗുണമുള്ളൂ. ഈ ശരീരം വേസ്റ്റാണ്. ഇത് കഴിഞ്ഞാൽ കഴുകനും ഇതും വന്ന് കഴിച്ച് തിന്ന് ബലിത് പോണു. പക്ഷെ നിങ്ങളുടെ ആത്മാവിന് മരണമില്ല, അതിനെ രക്ഷിക്കാൻ നിങ്ങൾ ശ്രമിക്കണം ഓരോരുത്തരും എന്ന് പറയും. അങ്ങനെ ആ വാക്യം ശിരസ്ഥാൽ വഹിച്ച് ഭരത് മഹാരാജ്
ഒരു നല്ല ഭക്തനായി രാജ്യം വിട്ട് അദ്ദേഹം ഒഴിഞ്ഞ സ്ഥലത്ത് പോയിട്ട് ഭജിക്കുന്നു, കൃഷ്ണസേവ ചെയ്യുന്നു. ആ സമയത്ത് ഈ ഭരത് മഹാരാജന്റെ അടുത്തൂടെ ഒരു തോട് പോകുന്നുണ്ട്. ആ തോട്ടില് ഒരു ഗർഭിണിയായ മാൻ ഒരിക്കൽ പോയി. അപ്പോ സംഭവിച്ചത്, ഗർഭിണിയായ കാരണം ഒരു ദിവസം അവിടെ ആ പുഴയിൽ ആറ്റിൽ അത് പ്രസവിച്ച് മാൻ നിർഭാഗ്യവശാൽ മരിച്ചു. അപ്പൊ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഭരത് മഹാരാജന് വല്ലാത്ത അനുകമ്പ തോന്നി. അവിടെ പോയി ആ മാൻകുട്ടിയെ രക്ഷപ്പെടുത്താൻ ആശ്രമത്തിൽ കൊണ്ടുവന്നു. പിന്നെ എന്ന് ഈ കുട്ടിയെ ചിന്തയായിരുന്നു. അതാണ് നമുക്ക് അറ്റാച്ച്മെന്റ് പാടില്ല എന്ന് പറയും. അമിതമായ അറ്റാച്ച്മെന്റ് പാടില്ല, ഡ്യൂട്ടീസ് ചെയ്യാവുന്നത് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ ഇതുപോലെ അങ്ങനെയാണ് ഈ ഭരത് മഹാരാജ് വീണു പോകുന്നത്. ഭരത് മഹാരാജ് മാനിനെ തന്നെ പറ്റിയായ കാരണം എല്ലാ യോഗശീലങ്ങളും പരിശീലനം നിർത്തി. അങ്ങനെ ജീവിതാവസാനം മരിക്കുമ്പോൾ നമ്മള് ഭഗവത്ഗീതയെ പറയുന്നത്, നമ്മൾ എന്തിനെ ഓർത്താണ് നമ്മൾ മരിക്കുന്നത്, അതിന്റെ ശരീരം നമുക്ക് കിട്ടുക. ശരീരം അപ്പൊ നമ്മള് കരുതലെടുക്കണം. നമ്മൾ മരിക്കുമ്പോൾ വേറെ ഒന്നിനെ ആൾക്കത് ഭഗവാന്റെ പാദത്തിനെ നമുക്ക് സ്മരിക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മുടെ ജീവിതത്തിനെ മോൾഡ് ചെയ്തെടുത്ത്, അതിനാണ് നാമജപം പുസ്തകമൊക്കെ ചെയ്താൽ മതി, വേറെ ഒന്നുമില്ല. ഭക്തന്മാരെ ഡിസ്കൗണ്ടിൽ വന്ന് ഇവിടെ കൊച്ചിയിൽ അമ്പലമുണ്ട്, പരിപാടികളൊക്കെ പങ്കെടുക്കുക. അങ്ങനെയൊക്കെ ആകുമ്പോൾ അവർക്ക് ഇതേ സംഭവം ഭഗവാനെ ഓർക്കാതിരിക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ ഈ മാനിനെ ആലോചിച്ചങ്ങനെ വീണ കാരണം മാനിന്റെ ജന്മം കിട്ടി നമ്മുടെ ആർക്ക്, ഭരത് മഹാരാജ് അങ്ങനെ ആ മാനിന്റെ ഇതില് അപ്പോഴും കൃഷ്ണന്റെ കൃപ കൊണ്ട് മാനിന് മനസ്സിലാവുന്നു താൻ വീണ് പോയിട്ടാണ്, താൻ മാനിനെ എങ്ങനെ ചെയ്തിട്ടാണ് സ്നേഹിച്ചതുകൊണ്ടാണ് മാനിന്റെ ജന്മം കിട്ടിയത്. വളരെ ദുഃഖിതമായി മൗനമായിട്ട് ആ ശരീരത്തിൽ അങ്ങനെ കഴിഞ്ഞ് അവസാനിക്കണം. പക്ഷെ കൃഷ്ണൻ അദ്ദേഹത്തിന് പിന്നെ ഒരു ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ച് യോഗ പൂർത്തിയാക്കാനുള്ള അവസരം കൊടുക്കണം. അതിൽ അദ്ദേഹം എല്ലാവരിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആയിട്ട് ഒരു പ്രത്യേക, അത് ഞാൻ കൂടുതൽ കഥയിലേക്ക് പോകുന്നില്ല, കാര്യം നമുക്കിത് മനസ്സിലാക്കാനാണ്. അദ്ദേഹം വളരെ സൈലന്റ് ആയിട്ട് യോഗ പരിശീലനം നടത്തി കൃഷ്ണനെ ആശ്രയിച്ച് കൃഷ്ണനെ ശരണം പ്രാപിച്ച് മോക്ഷപ്രാപ്തി കിട്ടുന്നതാണ്. ഭക്തിയോഗത്തിലൂടെ കൃഷ്ണപ്രേമത്തോടു കൂടി പോകുന്നതാണ് ഈ മഹാരാജന്റെ കഥ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണ്, നമുക്ക് മഹാരാജ് അടുത്ത ജന്മം, അപ്പൊ അതിന് വേണ്ട കരുതലൊക്കെ എടുത്ത് അദ്ദേഹം പൂർണ്ണമായിട്ടും പ്രാപിക്കുന്നു. അപ്പൊ അതാണ് ആ കഥ. അപ്പൊ നമ്മള് ഇങ്ങനത്തെ അവർക്ക് ഭഗവാൻ ഭക്തി ഈ ഭരത മഹാരാജന് അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഭഗവാൻ ഒരുക്കിയല്ലേ. ബ്രാഹ്മണ കുടുംബത്തിൽ ജനിക്കാനും ഓർമ്മപ്പെടുത്തി. ഒന്നാമത് ഭഗവാൻ ഓർമ്മയേറ്റാക്കി കൊടുത്തു, നീ ഇന്നതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, അപ്പൊ എനിക്ക് ഇത്രയും മുഴുമിക്കാനുണ്ട്. അത് ഭഗവാന്റെ കൃപ കൊണ്ട് അദ്ദേഹം മുഴുമിച്ചു. അപ്പോ കൃഷ്ണനെ പേടിക്കേണ്ട, ഇങ്ങനത്തെ കുട്ടികൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നു. ഈ 44 പൂർവാഭ്യാസേന തേനൈവ ക്രിയതേ ഹ്യവശോപി സഹ ജിജ്ഞാസരൂപി യോഗസ്യ ശബ്ദ ബ്രഹ്മാതി വർത്തതേ. മുജന്മത്തിൽ സിദ്ധിച്ച ദിവ്യാവബോധത്തിൽ എങ്ങും തേടിപ്പോകാതെ തന്നെ അയാൾ സ്വാഭാവികമായി യോഗ സിദ്ധാന്തത്തിൽ ആകൃഷ്ടനായി തീരും. ജിജ്ഞാസുവായ ആ യോഗി ആചാരനിഷ്ഠങ്ങളായ ധർമ്മശാസ്ത്ര പ്രമാണങ്ങൾക്ക് അതീതനാണ്. അപ്പോ ഇതിൽ പറയുന്നത് ആ യോഗിയുടെ ചില ഗുണങ്ങളും അവർക്കുള്ള ബെനിഫിറ്റ് യോഗ ചെയ്തുകൊണ്ട്. കൃഷ്ണൻ ഇവിടെ പറയുന്നത്, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾക്കെല്ലാം നമുക്കൊരു സംസ്കാരമുണ്ട്. നമ്മുടെ സംസ്കാരം അങ്ങനെ നമ്മുടെ അടുത്ത ജന്മത്തിൽ അത് നമ്മളെ പിന്തുടർന്ന് വരും. ഹരേ കൃഷ്ണ മന്ത്രം ജപിക്കുമ്പോൾ എല്ലാ പുണ്യനദികളിലും സ്നാനം ചെയ്തവരായും അവർ എല്ലാ വേദങ്ങളും പഠിച്ചവരായിട്ടുമാണ് കരുതുന്നത്. അപ്പോൾ ഹരിനാമകൃഷ്ണനാമം ജപിച്ചാൽ നമ്മൾക്കുള്ള യോഗ്യത വളരെ ഇതാണ്. നമ്മൾ എല്ലാ പുണ്യനദികളിലും സ്നാനം ചെയ്തതിന്റെ ഫലം നമുക്ക് കിട്ടണു. പിന്നെ നമുക്ക് എല്ലാ വേദപുസ്തകങ്ങളും പഠിച്ചതിന്റെ ഫലം, നമ്മൾ നാമം ജപിക്കണം. 16 മാല ജപിക്കാനാണ് പറഞ്ഞിട്ട് നിർദ്ദേശം. അത് ആദ്യം ആർക്കും പറ്റില്ല. നിങ്ങൾ എല്ലാവരും ഓരോ മാലയായിട്ട് 2 മാല പറ്റാവുന്നത്ര രാവിലെ 1, ഉച്ചയ്ക്ക് 2 അങ്ങനെ ചെയ്ത് അതിനോടൊരു നമ്മൾ അതിനോട് അറ്റാച്ച്മെന്റ് ആവുക, പിന്നെ തുടരുക. അതിനെ സപ്പോർട്ട് ചെയ്യാൻ ഭക്തരുടെ സംസർഗം വേണം. അവരുടെ ഒപ്പം ഇരുന്ന് ജപിക്കാൻ നോക്കുക, അവരുടെ സംശയം നിവാരണം ചെയ്യുക, അങ്ങനെ മുന്നോട്ട് പോവുക. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മന്ത്രം ജപിക്കുമ്പോൾ എല്ലാം എന്നാ പറഞ്ഞു. ആർക്കാണ് മഹാമന്ത്രം ചൊല്ലാൻ പറ്റാത്തത്? വളരെയധികം പാപം ചെയ്തവർക്ക് അത് പറ്റില്ല. നമ്മൾ ഭഗവാന്റെ കൃപ കൊണ്ടും ഭക്തന്മാരുടെ കൃപ കൊണ്ടും നാമം ജപിക്കാൻ കഴിയുന്നു. നല്ല ബുദ്ധിയുള്ളവർക്ക് നാമം ജപം ചെല്ലാൻ കഴിയും. ഭഗവത്ഗീത ശ്രവണം ചെയ്യുന്നവന് അവന്റെ ബുദ്ധി കൂർമ്മതയിലെത്തും. അപ്പോ ഇത് വേറൊരു കാരണം കൂടിയാണ്. നമുക്ക് നല്ല ബുദ്ധിയോട് കൂടി കഴിയണ്ടേ. നല്ല ബുദ്ധി വരുത്താൻ ഭഗവത്ഗീത പാരായണം ചെയ്താൽ കൃഷ്ണൻ നല്ല ബുദ്ധിമാനാണ്, ഇത് വെരി ഇന്റലിജന്റ്. ആ ബുദ്ധിയുടെ ഒരു അംശം നമുക്കും കാരുണ്യത്തോടെ കൂടി തരും.
അതാണ്. അപ്പൊ പുസ്തകം ചെയ്ത് പൂർണ്ണ ബുദ്ധിയുള്ളവരാവും. വേഴ്സ് 45. പ്രയത്നാദ്യാത്തമാനസ്തു യോഗീശം ക്ഷുതകിൽബിഷഃ അനേകജന്മ സംസിദ്ധ അനേകജന്മ സിംസിസ്ഥ തോയാതി പരാം ഗതിയും. സർവകൽമഷങ്ങൾ നീങ്ങി തുടർന്ന് മുന്നോട്ട് പോകാൻ ആത്മാർത്ഥമായി യത്നിച്ചുകൊണ്ടിരിക്കുന്ന യോഗിക്ക് അനേക ജന്മങ്ങളിലെ പരിശീലനത്തിന് ശേഷം പരിപൂർണത നേടി പരമലക്ഷ്യത്തിലെത്താം. അപ്പോ 45-ാമത്തില് എങ്ങനെയാണ് യോഗിമാർ മനസ്സിലെ എല്ലാ മാലിന്യങ്ങളും നീക്കുന്നു എന്ന് പറഞ്ഞു തരുന്നു. തീവ്ര ഭക്തി കൊണ്ട് ഇത് സാധിക്കും. തീവ്ര ഭക്തി കൊണ്ട് ഇത് സാധിക്കും. ഒരിക്കലും ഭക്തി ഉപേക്ഷിക്കാൻ തോന്നരുത്. എന്ത് പ്രശ്നങ്ങൾ വന്നാലും നമ്മൾ ഉറച്ച മനസ്സോടെ നമ്മൾ നാമജപം ചെയ്യണം. കാരണം നമുക്ക് കിട്ടിയത് ഒരു അപൂർവ ഭാഗ്യം, അപൂർവമായ അവസരം കിട്ടിയിരിക്കുകയാണ്. അത് നമ്മൾ പാഴാക്കി കളയരുത്. എല്ലാ മാലിന്യങ്ങളും മനസ്സിൽ നിന്ന് മാറ്റാൻ ഒന്നേ ചെയ്യേണ്ടതുള്ളൂ, ആത്മാർത്ഥതയോടെ ഭക്തിയുടെ സേവനം ചെയ്യുക. ഹരേ കൃഷ്ണ മഹാമന്ത്രം നല്ല ഭക്തിയോടുകൂടി നമ്മൾ ജപിക്കുക. ഇത് മാത്രം മതി. അപ്പോൾ കൃഷ്ണൻ നമുക്ക് വേണ്ട എല്ലാതും സൗകര്യങ്ങളും ചെയ്തു തരുന്നു. നമുക്ക് കൃഷ്ണൻ ഉള്ളിൽ നിന്ന് നമ്മളെ ബുദ്ധി രൂപയുടെ നമുക്ക് പ്രോത്സാഹനം തരുന്നു. പിന്നെ പുറത്ത് നമുക്ക് ഭക്തി എല്ലാ അനുകൂലമായ സാഹചര്യങ്ങളും സൃഷ്ടിക്കുന്നു. നമ്മൾ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി, നമ്മൾ ആത്മാർത്ഥതയോടെ ജപിക്കുക. 46-ാമത്തെ ശ്ലോകം. തപസ്വിഭ്യേതികോ യോഗി ജ്ഞാനിഭ്യോപി മഹ്മതോധികഃ കർമ്മഭ്യശ്ചാധിതികോ യോഗി തസ്മാത് യോഗി ഭവാർജുന. തപസ്വിയേക്കാൾ ശ്രേഷ്ഠനത്ര യോഗി, ജ്ഞാനികളെക്കാളും ഫലേച്ഛയോടെ കർമ്മം ചെയ്യുന്നവരെക്കാളും ശ്രേഷ്ഠനാണ് അദ്ദേഹം. അതുകൊണ്ട് അല്ലയോ അർജുന, ഏത് സാഹചര്യത്തിലും യോഗത്തിൽ ഉറച്ചു നിൽക്കുക. അപ്പോൾ 46-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്, കൃഷ്ണൻ ഇവിടെ പറയുന്നത് ആരാണ് ഏറ്റവും ഉയർന്ന ഭക്തൻ, യോഗി. 3 തരം യോഗികൾ എന്നാൽ പറഞ്ഞത്. അതില് 3 തരം യോഗികൾ അഷ്ടാംഗ യോഗി, കർമ്മയോഗി, ഇവരെക്കാട്ടിലൊക്കെ ശേഷൻ 3 പേരിലും ഏറ്റവും ഉത്കൃഷ്ടമായ ഭക്തി യോഗിയെ തന്നെയാണ്. സമ്പൂർണ്ണ യോഗി ആരാധന ചോദിച്ച ഭക്തി യോഗി. ഇത് കൃഷ്ണൻ സർട്ടിഫൈ ചെയ്തിരിക്കുകയാണ്. യോഗ എന്ന് പറഞ്ഞാൽ നമ്മൾ ഭഗവാനുമായി നമ്മുടെ ആത്മാവും ഭഗവാനും തമ്മിലുള്ള ബന്ധപ്പെടുന്നതാണ്. ജപിക്കുമ്പോൾ സംഭവിക്കുന്നത് എന്താണ്? നമ്മൾ ഭഗവാനുമായി ബന്ധപ്പെടുക ഡയറക്റ്റ് ആയിട്ട്. അപ്പോൾ അത് നമുക്ക് എവിടെ ഈ ഭാഗ്യം കിട്ടും? കൃഷ്ണന്റെ അനുഗ്രഹം കൊണ്ടല്ലേ ഇത് സാധിക്കുന്ന ഭക്തിയോഗ. എല്ലാ യോഗങ്ങളിലും ലക്ഷ്യം ഭഗവാനുമായി ബന്ധപ്പെടുക എന്നതാണ്. അഷ്ടാംഗയോഗി പരമാത്മയോഗിയെ മനസ്സിലാക്കുന്നു. അവർ ആ ലെവലിൽ വരും. അത്തരത്തിൽ അഷ്ടാംഗയോഗി ഉയർന്നതാണ്. അതിനും വെച്ച ഒരു പ്രൊസീഡ് ചെയ്യുമ്പോഴാണ് ഭഗവത് സാക്ഷാത്കാരം അവർക്ക് കിട്ടുന്നത്. ജ്ഞാനയോഗം ബ്രഹ്മൻ സാക്ഷാത്കാരത്തിലാണ് എത്തുന്നത്. അവര് ഭഗവാന്റെ വെളിച്ചം മാത്രമേ കാണുന്നുള്ളൂ. ഭഗവാന്റെ ഉള്ളിലേക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല അവർക്ക്. മുഴുവൻ സാധ്യതയുള്ളൂ. ഭക്തിക്ക് സാധിക്കാനുള്ള ഭക്തിയോഗി എപ്പോഴും ഭക്തിയോഗിക്ക് ഒന്നും നോക്കാനില്ല. എപ്പോ വേണിച്ചാലും തുടങ്ങാം. മറ്റുള്ള യോഗങ്ങൾക്കൊക്കെ ചില നിഷ്ഠകളുണ്ട്, സമയം സ്ഥലം ഒക്കെ നോക്കിയിട്ട് വേണം പരിശീലിക്കാൻ. ഭക്തിയോഗിയാണെങ്കിൽ അതൊന്നും വേണ്ട. എപ്പോൾ വേണമെങ്കിലും എവിടെ വേണമെങ്കിലും ജപിക്കുക അവർക്ക്. അടുത്ത ശ്ലോകത്തിൽ അഷ്ടാംഗ യോഗിയും ഉയർന്ന യോഗി ആരാണെന്ന് പറഞ്ഞു തരുന്നു. ശ്ലോകം 47. ഇതിവിടെ അവസാനിക്കുകയാണ്. അവസാനത്തെ ശ്ലോകമാണ് ഈ ക്ലാസ്സിലെ, ഈ ധ്യാനയോഗത്തിലെ. യോഗിനാമപി സർവേഷാം മദ്ഗതേനാന്തരാത്മന ശ്രദ്ധവാൻ ഭജതേ യോ മാം സമേയുക്ത തമോ മതഃ. പൂർണ്ണ വിശ്വാസത്തോടെ എപ്പോഴും എന്നിൽ തന്നെ നിലകൊള്ളുകയും എന്നെ തന്നെ ധ്യാനിച്ചുകൊണ്ട് പ്രേമപൂർവ്വം എന്റെ ദിവ്യസേവനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്നവനാണ് എല്ലാ യോഗികളിലും വെച്ച് അത്യുത്തമ യോഗിയും എന്നോട് ദൃഢമായി യോഗത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നവനും. ഇതാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ കൃഷ്ണന്റെ അഭിപ്രായം പറഞ്ഞിട്ടാണ് ഇത് സമാപിക്കുന്നത്. എല്ലാ യോഗികളിലും വെച്ച് ഉത്കൃഷ്ട യോഗി എന്നെ എപ്പോഴും ധ്യാനിച്ച് എന്നോട് സദാ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഇതാണ് കൃഷ്ണന്റെ ഏറ്റവും ഉയർന്ന യോഗിക്കുള്ള യോഗ്യത. എനിക്ക് സ്നേഹവും സേവനം ചെയ്യുന്ന യോഗിയാണ് ഉത്കൃഷ്ട യോഗി.
അഷ്ടാംഗ യോഗി അതിലും താഴെ വരുന്നു. ശരിയായ രീതിയിൽ ഭക്തിയുത സേവനത്തിൽ ഏർപ്പെട്ടുള്ളവൻ ആണ് ഒരു സമ്പൂർണ്ണ യോഗി. എല്ലാവരും കൃഷ്ണന്റേതാണ്. കൃഷ്ണനാണ് ഇവിടെയുള്ള എല്ലാറ്റിന്റെയും ഉടമസ്ഥൻ. ഇതൊക്കെ പ്രധാന പോയിന്റ്സ് ആണ്. നമുക്ക് നൽകാൻ ഒന്നും തന്നെ ഇല്ല. പക്ഷെ ഭഗവാന്റെ കൃപ കൊണ്ട് നമുക്ക് കിട്ടിയിട്ടുള്ളതെല്ലാം ഭഗവാന് തന്നെ സമർപ്പിക്കാം. എല്ലാ യോഗവും ഭക്തിയോഗത്തിലേക്ക് എത്തുന്ന ഏണിപ്പടികളാണ്. ഭക്തിയോഗിയിൽ ഏർപ്പെടുമ്പോൾ നമുക്ക് ജ്ഞാനവും വൈരാഗ്യവും ലഭിക്കുന്നു. ശ്രവണം ഇതിന് സഹായിക്കുന്നു. ജപവും ശ്രവണവും ഇതിന് സഹായിക്കുന്നു. കർമ്മയോഗ, ജ്ഞാനയോഗ, അഷ്ടാംഗ ഭക്തിയോഗ, കർമ്മയോഗവും ജ്ഞാനയോഗവും അഷ്ടാംഗയോഗവും ഭക്തിയിൽ ആശ്രയിക്കുന്നു. പക്ഷെ ഭക്തിയോഗ ഇതിൽ ഒന്നിലും ആക്ടില്ല. നമുക്ക് നേരിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. എല്ലാവർക്കും ഇത് എളുപ്പത്തിൽ ചെയ്യാവുന്നതാണ്. അങ്ങനെ ഏവർക്കും സ്വീകാര്യമാണ്. ഈ ഭക്തിമാർഗമാണ് ഏറ്റവും നല്ലതെന്ന് കൃഷ്ണൻ സർട്ടിഫൈ ചെയ്യുന്നു, ഇവിടെ അംഗീകരിക്കുന്നു. കൃഷ്ണബോധത്തിൽ എത്തുക എന്നതാണ് ഉത്തമ യോഗം, ജീവിത ലക്ഷ്യം. കൃഷ്ണന്റെ രൂപം എല്ലായ്പ്പോഴും നമ്മൾ കാണാൻ പരിശീലിക്കണം. കൃഷ്ണന്റെ സുന്ദരമായ ശ്യാമസുന്ദര രൂപം നമ്മുടെ ഭക്തിയോഗത്തിലെ വസ്തു, ഒബ്ജക്റ്റ് ഓഫ് മെഡിറ്റേഷൻ അതാണ്. ധ്യാനത്തിന്റെ രൂപം നമുക്ക് ശ്യാമസുന്ദര കൃഷ്ണനാണ്. ധ്യാനാവസ്ഥയില് ഭഗവാന്റെ നാമത്തിലും രൂപത്തിലും ചിന്തിക്കുന്നതാണ് ഏറ്റവും ഉത്തമ യോഗി. ഇതുപോലെ ഇത് പറയുന്ന ആരാണ്? സാക്ഷാൽ കൃഷ്ണൻ തന്നെ. അപ്പോൾ ഈ ശ്യാമസുന്ദർ കൃഷ്ണ നമ്മളെപ്പോഴും ഓടക്കോട് ലഭിച്ചിരിക്കുന്ന കൃഷ്ണയാണ് നമ്മൾ എപ്പോഴും ധ്യാനിക്കണം. അങ്ങനെ ആകുമ്പോൾ നമുക്കെന്താ, നമ്മുടെ മനസ്സിനെ കീഴടക്കുന്നു. കൃഷ്ണൻ നമ്മുടെ മനസ്സിനെ കീഴടക്കുകയാണ്. നമ്മൾ ആ രൂപത്തിൽ നോക്കുമ്പോൾ നമുക്ക് ആകർഷണം നമുക്ക് അപ്പൊ നമുക്കിത് എളുപ്പമാവും. ഇപ്പൊ കൃഷ്ണ രൂപം, കൃഷ്ണ ഒരു പൂവ്, പുഷ്പം, പത്രമൊക്കെ കൊടുത്ത് കുറച്ച് ഒന്നുമില്ലെങ്കിൽ വെള്ളമെങ്കിലും ഭഗവാനെ നേദിക്ക് തുളസി ഇലയിട്ടിട്ട് നമ്മൾ ശീലിക്കണം. അപ്പോൾ ഇത് അവസാനിക്കുന്നത് ഇത് പറഞ്ഞതിലല്ല എന്താ ഇന്ന് മനസ്സിലാകുന്നത്. ഞാൻ അവസാനിക്കുന്നത് ഈ ഗീതയിലെ 34ാമത്തെ ശ്ലോകം. മന്മനാഭാവ മദ്ഭക്തോ മധ്യാജിമാ നമസ്കുരു മമേ വൈശ്യസി യുക്തേവാ മനേ വൈശ്യസി യുക്തേവാത്മനം മത്പരായണ. എന്നിൽ മനസ്സുറപ്പിക്കുക, ഭക്തനാവുക, എന്നെ ആരാധിക്കുകയും പ്രണമിക്കുകയും ചെയ്യുക. എന്നിൽ തന്നെ പൂർണ്ണമായി മുഴുകിയിരിക്കുന്നത് കൊണ്ട് നീ തീർച്ചയായും എന്നെ പ്രാപിക്കും. അപ്പോ കൃഷ്ണനെ പ്രാപിക്കേണ്ടതും നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മൾ പരിശീലിക്കുക. ആത്മാർത്ഥത നമുക്ക് വേണ്ടു. അപ്പൊ ഞാൻ ഇവിടെ അവസാനിക്കുന്നു. ഹരേ കൃഷ്ണ. താങ്ക് യു എവരി വൺ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി, താങ്ക് യു സോ മച്ച്. മാതാജി നന്നായിട്ട് സിമ്പിൾ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു. നല്ല എക്സ്പ്ലനേഷൻ ആയിരുന്നു. So in case somebody wants to ask any doubts or have anything to share, any realizations that they want to share, you can do it now. പ്രണാമം മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഞാൻ ഒരു 2 വർഷമായിട്ട് 16 മാല ജപിക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് അതിന്റെ പ്രയോജനമൊക്കെ കിട്ടുന്നുണ്ട്. അതിന്റെ മഹാത്മ്യത്തെ പറ്റി കുറെയൊക്കെ അറിയുകയും ചെയ്യാം. പക്ഷെ എന്നാലും എനിക്ക് താല്പര്യമില്ല. ഞാനിങ്ങനെ ഒരുമാതിരി ഹോംവർക്ക് ചെയ്ത് തീർക്കുന്ന പോലെ അങ്ങ് 16 മാല അങ്ങ് തീർക്കുകയാണ്. ബാക്കി സമയം കിട്ടിയാൽ പിന്നെ മാല പിന്നെ തൊട്ട് നോക്കുകയും കൂടി ഇല്ല. ഒരു ഇൻട്രസ്റ്റ് ശരിക്കും എനിക്ക് വന്നിട്ടില്ല ഇതുവരെ. കഴിഞ്ഞു. ഹരേ കൃഷ്ണ മാതാജി. അത് നമ്മളുടെ കുറെ പ്യൂരിഫൈഡ് ആവാനുണ്ട്. നമ്മുടെ പൂർവ്വ കർമ്മങ്ങളും പലതും നമുക്ക്. പക്ഷെ ഇപ്പൊ എടുത്തു നാമം ജപിക്കാൻ തുടങ്ങി എന്നുള്ളത് തന്നെ വളരെ വലിയ പുണ്യകർമ്മമാണ്. അപ്പൊ ഒന്നാമത് നമ്മൾക്കിതിന് ഉത്തേജനം, ഞാൻ സർചാർജ് പറഞ്ഞല്ലോ, നമ്മൾ സർചാർജ് ആവുന്നത് ഭക്തന്മാരായിട്ട് വെറുതെ പോയിരുന്നാ പോരാ. അവരെ ഒന്ന് കേൾക്കുക, അവരോട് സംശയം നിവൃത്തി നടത്തുക, അവരെ സേവിക്കാനൊരു അവസരം ചെയ്യുക. അതൊക്കെ ചെയ്യുമ്പോ ഇതിന് ചിലതുണ്ട്. ശ്രവണം, നമ്മൾ സന്യാസിമാരായ ഭക്തന്മാരെ റെഗുലർ ബേസിസിൽ കേൾക്കണം. എവിടെയെങ്കിലും നമുക്ക് ഒരു ഇത് വരുന്നുണ്ടാവും, ഒരു ഉപേക്ഷ കാണിക്കുന്നുണ്ടാവും. നമ്മൾ അതൊരു റെഗുലേറ്റ് ചെയ്യണം. നമ്മുടെ ലൈഫ് റെഗുലേറ്റ് ചെയ്യണം. ഇത്ര മണിക്ക് എല്ലാം ആ ചിട്ടമാരി പോയാലേ ഇത് വിജയിക്കുള്ളൂ. യോഗനിഷ്ഠയില് നമ്മൾ ഓരോ ദിവസവും ഇത്ര മാല ചെല്ലും, അതിനൊരു സമയനിഷ്ഠ, ബ്രേക്ക്ഫാസ്റ്റ് ഇത്ര നിട്ട, നമ്മൾ റെസ്റ്റ് എടുക്കുന്ന സമയത്ത് പഠനം ഇത്ര, അങ്ങനെ ഓരോന്നിനും നമ്മൾ അങ്ങനെ റെഗുലേറ്റ് ചെയ്ത് പോണം. ശ്രവണം കേൾക്കണം. നമ്മുടെ ഗുരു മഹാരാജന്റെ എന്നോ അല്ലെങ്കിൽ ആരെയാണ് നമുക്ക് സീനിയർ ഡിവോട്ടീസ് നമുക്ക് ഇഷ്ടം, അത് റെഗുലർ ബേസിൽ കേൾക്കുക.
എല്ലാ ക്ലാസ്സുകളും വളരെ മനോഹരമായ ക്ലാസ്സുകളാണ്. എന്താ മനോഹരം എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ സഹായിക്കുന്നവ. അത് നമ്മൾ ചെയ്യണം, അത് ചെയ്തേ പറ്റൂ. കൃഷ്ണോടൊപ്പം നമ്മൾ പ്രാർത്ഥിക്കണം. എനിക്ക് ഇങ്ങനെ ഒരു മുടക്കമില്ലാണ്ട് നമുക്ക് മുന്നേറാൻ വേണ്ടിയിട്ട് അത്രേ വേണ്ടൂ. ഞാൻ പറഞ്ഞല്ലോ, ആത്മാർത്ഥത വേണം. നമ്മുടെ ആത്മാർത്ഥത കുറവും. നമ്മൾ എവിടെയാണ്, ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഒരു റൂഫ് ലീക്കായ വെള്ളം ഇങ്ങനെ വരും. അത് നമ്മൾ അതിനെ ഉടനെ അടച്ചില്ലെങ്കിൽ ഇറ്റ് വിൽ സ്റ്റാർട്ട് പോറിങ്, ഒരുപാട് വരും. അപ്പൊ ഇപ്പൊ ഈ തുടക്കത്തിൽ നമ്മൾ കണ്ടുപിടിക്കണം എവിടെയാണ്, എന്തുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. നമ്മൾ ഇഷ്ടപ്പെട്ടിട്ട് തുടങ്ങുമല്ലോ. അപ്പൊ എന്താണ് അതിനെ വിഘ്നം, അത് യു ഷുഡ് ഡിസ്കസ് വിത്ത് എ സീനിയർ ഡിവോട്ടി, ടേക്ക് ദം ഇൻടു എ കോൺഫിഡൻസ്. അത് അവർക്ക് പറഞ്ഞു തരാൻ പറ്റണം. ഈ ശ്ലോകം കൊണ്ടും പ്രഭുപാദ ചെയ്തും എല്ലാം ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ ചില സമയത്ത് നമ്മുടെ മനസ്സ് ഈസ് ലൈക്ക് ദാറ്റ്. അപ്പൊ അതാണ് ഈ മനസ്സ് നിയന്ത്രണത്തിന് വേണ്ടത്. നമ്മൾ ആ 4 കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. ഭജനവും അതാണ് വാട്ടറിങ് ദ പ്ലാന്റ്, ഭക്തി സീഡ്, അതൊക്കെ ചെയ്താൽ ശരിയാവും മാതാജി, പേടിക്കണ്ട. വി വിൽ ഓൾസോ പ്രേ ഫോർ യു. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. Does anyone else have any questions or any comments? ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. മാതാജി നല്ല ക്ലാസ് ആയിരുന്നു മാതാജി. എല്ലാ ഭാഗവും മാതാജി കറക്റ്റ് ആയിട്ട് പറഞ്ഞു തന്നു. വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ തന്നെ എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ തന്നെയാണ് മാതാജി പറഞ്ഞു തന്നത്. എന്തായാലും താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ. യുവർ ബ്ലെസ്സിങ്സ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. പ്രണാമം മാതാജി. നല്ല ക്ലാസ് ആയിരുന്നു. മാതാജിയുടെ ഹരേ കൃഷ്ണ. കേൾക്കാൻ പറ്റിയത് തന്നെ വലിയ ഭാഗ്യം മാതാജി. താങ്ക് യു. ഹരേ കൃഷ്ണ മാതാജി. പ്രണാമം. താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. പ്രണാമം. ഹരേ കൃഷ്ണ. മാതാജി, പത്മജ മാതാജി ചോദിച്ച ക്വസ്റ്റ്യന് മാതാജി നല്ലൊരു ഉത്തരവും ഞങ്ങൾക്കും കൂടി വേണ്ടിയിട്ടാണ് ഈ ഉത്തരം പറഞ്ഞിരിക്കുന്നത്. ഇത്ര നല്ല ഉത്തരം ശരിക്കും ആ ഒരു സംശയം ഞങ്ങളിലും ഉണ്ട്. എന്തായാലും മാതാജി നല്ലൊരു ഉത്തരമാണ് ഞങ്ങൾക്ക് തന്നിരിക്കുന്നത്. വളരെ വളരെ നന്ദി മാതാജി. നല്ല ക്ലാസ് ആയിരുന്നു. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ. ഓൾ ക്രെഡിറ്റ് ടു മൈ സ്പിരിച്വൽ മാസ്റ്റർ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. സാദര പ്രണാമങ്ങൾ മാതാജി. മാതാജി ചാൻഡ് ചെയ്യുമ്പം നമുക്ക് ഒരു 2-3 മാലയൊക്കെ കഴിയുമ്പം ശ്രദ്ധ മാറിപ്പോകുന്നു. അപ്പോ നമ്മൾ എന്താ ചെയ്യേണ്ടതുണ്ടെങ്കിൽ അറിയാണ്ട് ഇങ്ങോട്ടേക്കോ നമ്മുടെ ശ്രദ്ധ പോകുവാണ്. അപ്പോ ഞാനൊരു തുടക്കക്കാരിയാണ്. അപ്പൊ അതുകൊണ്ടാണോ എനിക്കറിയില്ല. ചോദിക്കുന്ന തെറ്റാണെങ്കിൽ ക്ഷമിക്കണം. ഹരേ കൃഷ്ണ. വെൽക്കം. അതായത് ഇപ്പൊ തുടക്കക്കാരല്ലേ, പല ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാവും. ഇതിന്റെ മുഴുവനും അറിഞ്ഞിട്ടില്ല. ഇപ്പൊ ഈ ഭഗവത്ഗീത ക്ലാസ്സുകൾ കഴിയുമ്പോൾ തന്നെ വീണയ്ക്ക് ഒരു പുതിയ ഔട്ട്ലുക്ക് വരും. അപ്പൊ തുടർച്ചയായി കേൾക്കുക. ജോലിക്ക് പോകണ്ടെന്ന് എനിക്കറിയാം. അതുകൊണ്ട് സമയം നിങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടാവും. പറ്റുമ്പോൾ അത് വായിക്കുക. പിന്നെ ഈ കൂടുതൽ ഭൗതിക വാസനയുള്ള ആൾക്കാരുടെ കൂടെ പോകാണ്ടിരിക്കുക. എന്താ അറിയോ, നമ്മൾ ഇതൊന്ന് കഷ്ടപ്പെട്ട് ഇതിലേക്ക് വരുന്ന വഴിക്ക് അവർ അങ്ങോട്ട് പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ കാര്യം നാസ്തി. പത്മനാഭ മാതാജിക്കും കൂടിയിട്ടാണ് ഞാൻ പറയണത്. ഭൗതികമായിട്ടുള്ള ആൾക്കാരോട് അധികം നമ്മൾ അവരോട് ഡ്യൂട്ടീസ് ചെയ്യുക. ഒരു ലിമിറ്റ് വരെ അവരോട് കൂടുതൽ അടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിനെ അവർക്ക് കൊടുക്കരുത്. മനസ്സ് എപ്പോഴും കൃഷ്ണനും ഭക്തന്മാരിലും വേണം. അല്ലെങ്കിൽ നമ്മൾക്ക് അത് എപ്പോഴും സ്ലിപ്പ് ചെയ്ത് പോകാൻ ഡിസ്ട്രാക്ഷൻ വരും. ഇത് നമ്മൾക്കിപ്പോ കാട്ടിലൊന്നും പോണ്ട. ഈ അഷ്ടാംഗയോഗമല്ല വീട്ടിൽ നിന്ന് ചെയ്യുന്നതല്ലേ. അപ്പൊ നമ്മൾ സൂക്ഷിക്കണം. പ്രത്യേകിച്ച് വീണയൊക്കെ തുടക്കത്തിലായ കാരണം നമ്മൾ വേലി കെട്ടി നോക്കിയിട്ട് ചെടികൾക്ക് എന്തിനാ വേലി കെട്ടുന്നത്? മറ്റുള്ളതൊന്നും നമ്മളെ ഭക്തിക്കൊരു വേലി വേണം. കുറച്ച് സൂക്ഷിക്കണം. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഈ അങ്ങനെ കുറച്ച് ജപിച്ചിട്ടാകുമ്പോ ഭഗവത്ഗീത 1-2 ശ്ലോകങ്ങളും അതിൻ്റെ അതൊക്കെ വായിക്കൂ. കൃഷ്ണന്റെ മുകുന്ദമാല സ്വത്തങ്ങൾ കുറേതൊക്കെ ഉണ്ട്. ചിലത് വായിച്ചിട്ട് കുറച്ച് വായിക്കുമ്പോൾ നമ്മുടെ കോൺഷ്യസ് ഒന്ന് പ്യൂരിഫൈഡ് ആവും. എന്നിട്ട് കണ്ടിന്യൂ ചെയ്താൽ നമുക്ക് കുറച്ചുകൂടി മെച്ചപ്പെട്ടിട്ട് ഏതെങ്കിലും നല്ല ട്രാവൽ ചെയ്യുമ്പോഴും ബസ്സിലും ട്രെയിനിലൊക്കെ ഇരിക്കുമ്പോൾ ചാൻഡ് ചെയ്യാറുണ്ട്. അപ്പൊ അത് നമുക്ക് അത് പ്രോത്സാഹിപ്പിക്കണം, അതോ വീട്ടിലിരുന്ന് തന്നെ മാത്രം ചാൻഡിങ് ചെയ്താൽ മതി? ചാൻഡിങ് എപ്പോ വേണമെങ്കിലും ചെയ്യാം. നമുക്ക് ആത്മാർത്ഥത ഉണ്ടെങ്കിൽ ട്രെയിൻ ഞാനൊക്കെ ജപിക്കാറുണ്ടല്ലോ. നല്ല സുഖ ട്രെയിനിൽ ആരും നമ്മളോട് സംസാരിക്കാനും നമ്മളൊരു കാര്യത്തിൽ ചെയ്യണോ പറഞ്ഞിട്ടേ. പിന്നെ അതുപോലെ നമുക്ക് അതിനെപ്പറ്റി പറയാനൊരു അവസ്ഥ. നമ്മൾ ചാൻഡ് ചെയ്യുമ്പോൾ അവർക്കൊക്കെ എന്താ ചോദിക്കുമ്പോൾ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും എന്ത് നമ്മൾ ചാൻഡ് ചെയ്യണം. അത് കാരണം ട്രെയിനിലൊക്കെ ചാൻഡ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല.
യാത്ര ചെയ്യുമ്പോ. യാത്ര ചെയ്യുമ്പോൾ ചെയ്യാമല്ലോ, ആര് ചെയ്യണ്ട പറഞ്ഞു. നമ്മൾ ചെയ്യുന്നതിൽ ആത്മാർത്ഥത ഉണ്ടെങ്കിൽ ചെയ്യാം, ധാരാളം ഓക്കെ ചെയ്യാം. അതിന് ടൈം പ്ലേസ് ഒന്നുമില്ല, നമുക്ക് എനി ടൈം. ഓക്കെ മാതാജി, ഹരേ കൃഷ്ണ. താങ്ക് ഹരേ കൃഷ്ണ. അപ്പൊ ക്വാളിറ്റി പോകുമെന്നാണ് എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നത്. നമ്മൾ ക്വാളിറ്റി നമ്മുടെ ഇപ്പൊ വീണ്ടും ലൈഫ് വളരെ ടൈറ്റ് അല്ലേ, ഞാൻ അങ്ങനെ മനസ്സിലാക്കിയതല്ലേ. എന്നാലും ഞാൻ സമയം കണ്ടെത്തിയാണ് ചെയ്യുന്നത്. രാവിലെ എനിക്ക് കഴിഞ്ഞില്ലെങ്കിൽ ഈ പ്രഭുപാദിന്റെ ചാൻഡിങ് മെഷീൻ ഉണ്ട്, നമുക്ക് കിട്ടും. അത് അറിയോ? അതിനെ പറ്റി അറിയോ? ഉണ്ട്. ആ ചാൻഡിങ് വെച്ചിട്ടും ജപിക്കൂ, ചിലർക്ക് അത് സഹായിക്കാറുണ്ട്. അപ്പൊ നമ്മുടെ കൂടെ പ്രഭുപാദനുണ്ട് എന്നൊരു ഫീലിംഗ് നമ്മുടെ മനസ്സിൽ വരുമല്ലോ. രാവിലെ വീട്ടിൽ അത് ചെയ്യാറുണ്ട്, ഒരു 6:30ക്ക് ശേഷം. അത് സോഫ്റ്റായി വെച്ചിട്ട് നമ്മൾ ഇരിക്കുക, ജപിക്കുക. സോഫ്റ്റായി വെച്ചിട്ട് നമ്മളും ജപിക്കുക. നമ്മൾ കേൾക്കണമല്ലോ. അപ്പൊ അത് സോഫ്റ്റായി വെച്ചിട്ട് അപ്പൊ പ്രഭുപാദരുടെ ഒരു ഡിവൈൻ അസോസിയേഷൻ നമുക്ക് കിട്ടുമ്പോൾ നമുക്ക് കുറച്ചുകൂടി എളുപ്പമാവുമെന്ന് ഞാൻ കരുതുന്നു. പിന്നെ ഒരു പേപ്പറിലെല്ലാം എഴുതുക. ആ സമയത്ത് നമുക്ക് ചെയ്യാനുള്ളതൊക്കെ എഴുതി വെക്കുക. ആ സമയത്തൊന്നും അത് കഴിഞ്ഞ് നമുക്ക് അറ്റൻഡ് ചെയ്യാമല്ലോ. വല്ലതും ഇന്നത് ചിലർക്ക് ഓരോന്നും ചെയ്യാനുള്ളത് ഓർമ്മ വരും ചാൻ ചെയ്യുമ്പോൾ, തിരക്കുള്ളവർക്ക്. അപ്പൊ ഒരു കടലാസ് എടുത്ത് വെച്ചിരിക്കുക, അത് എഴുതുക. അപ്പൊ അതിനെ ഡിസ്പേസ് ചെയ്യുക. പിന്നെ അതിനെപ്പറ്റി ആലോചിക്കരുത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിനെ അറ്റൻഡ് ചെയ്യുക. അങ്ങനെയൊക്കെ നോക്കാം. ആത്മാർത്ഥത വന്നോളൂ. ആത്മാർത്ഥത ഇല്ല എന്ന് വിഷമിക്കുന്നതിന് നല്ല പോയിന്റാണ്. ആത്മാർത്ഥതയ്ക്ക് വരാൻ ആത്മാർത്ഥതയുള്ള ഭക്തന്മാരോട് നമ്മൾ സമ്പർക്കം വേണം. ആർക്കാണ് ആത്മാർത്ഥത, അവരുടെ കൂടെ ഒപ്പം ഇരുന്ന് ജയിക്കുക. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മളുടെ ഇമ്പ്രൂവ്മെന്റ് കിട്ടുന്നത്. ഇറ്റ്സ് എ സ്ലോ പ്രോസസ്, മേലെ ചെയ്യാം. ഇപ്പൊ കലിയുഗം അല്ലേ, പല ഡിസ്ട്രാക്ഷൻസും ഉണ്ട്. താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നല്ല ക്ലാസ് ആയിരുന്നു മാതാജി. വളരെ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതിൽ നിന്ന് കിട്ടി. താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി, താങ്ക് യു സോ മച്ച്. ഹരേ കൃഷ്ണ. ഒരുപാട് നല്ല നല്ല ടിപ്സ് ഇപ്പൊ മാതാജി പറഞ്ഞത് ഇറ്റ് ഈസ് ആപ്ലിക്കബിൾ ഫോർ ഓൾ ഓഫ് us ഓൾസോ. ഇപ്പൊ അബൌട്ട് ചാണ്ടിങ്, ഹൗ ടു ചാന്റ് കംപ്ലീറ്റ്ലി ഇമേഴ്സ്ഡ് ഇൻ കൃഷ്ണ. ഇറ്റ് ഈസ് നോട്ട് വെരി ഈസി. അത് അത്ര എളുപ്പമല്ല. ബട്ട് നല്ല നല്ല വിധത്തിൽ യു എക്സ്പ്ലെയിൻ ദാറ്റ്, എങ്ങനെ സിൻസിയർ ആയിട്ട് നമ്മൾ ട്രൈ ചെയ്യണം. That is very good, Mataji. Thank you so much. Your class was really very nice. It was like, Hare Krishna, thank you. Like like we are all small children listening to somebody's very senior. എനിക്ക് അങ്ങനെ തോന്നി. So nice, Mataji. Thank you so much. And thank you for all your encouragement, Mataji. Hare Krishna. Hare Krishna. Hari Bol. Any other questions or comments? Okay. So in that case, we'll just conclude the class. So we would like to offer our humble obeisances and sincere gratitude to Gunumala Mataji, Nalini Rukmini Mataji, and Rajesh Prabhu for mercifully sharing the glories of Harinam and explaining all the Bhagavad Gita shlokas in such a simple and accessible manner. Through your realizations, tips, explanations, you have helped us understand Srila Prabhupada's teachings and inspired us to bring them into our daily life. So we humbly pray to the Lordships for the strength and sincerity to adopt these instructions and apply them in our daily lives. So let's conclude today by taking the blessings from Lord Narasimhadev. Namaste Narasimhaya Praladadayine Hiranyakashi Purvakshaha Shrilatankanapalaye Rito Narasimha Parato Narasimha Yato yato yami tato Narasimha Hare Narasimha Hridaye Narasimha Narasimha Madin Sharanam Prapade Tava Kara Kamalavare Nakha Adbhuta Singha
लालिता हिरण्यकशिपु तनुभृङ्गा केशवधृता नरहरिरूपा जगदीश हरे जय जगदीश हरे जय जगदीश हरे जय नरसिंहदेव जय नरसिंहदेव नरसिंहदेव जय नरसिंहदेव जय प्रहलाद महाराज जय प्रहलाद महाराज प्रहलाद महाराज जय प्रहलाद महाराज निताय गौर हरि बोल हरि बोल हरि बोल निताय गौर हरि बोल नरसिंह भगवान की जय शिव महाराज की जय okay in general, does anyone else have any other comments or questions? If nothing, we'll just end the session for today. Okay. Hare Krishna. Thank you very much, everybody. Hare Krishna. Hare Bol. Thank you. Hare Krishna.